സുഹൃത്തുക്കളെ നമസ്കാരം. ഏവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷം അനുസരിച്ച് നിങ്ങളുടെ സമയം നല്ലതാണോ മോശമാണോ, ഇതെങ്ങനെയാണ് ലളിതമായി കണ്ടെത്തുന്നത്? ഇതേക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആയിരവല്ലി മീഡിയയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും അതുപോലെ ആയിരവല്ലി മീഡിയ എന്ന നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയും പലരും പേഴ്സണലി എന്നോട് മെസ്സേജ് ചെയ്ത് ചോദിക്കുന്ന ഒന്നാണ്, തങ്ങളുടെ സമയം ഇപ്പോൾ എങ്ങനെയാണ് എന്ന് ഒന്ന് പറഞ്ഞു തരാമോ എന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ഈ കണ്ട് മനസ്സിലാക്കുന്ന വീഡിയോകളിൽ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കാണുകയാണ് എങ്കിൽ ഒരു ജ്യോത്സ്യൻ്റെയും സഹായം കൂടാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അത് ഗണിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ്. സാധാരണ പലരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ തങ്ങളുടെ സമയം ദോഷപ്രദമാണോ, ആണെങ്കിൽ എന്തു പരിഹാരമാണ് അതിന് ചെയ്യേണ്ടത്, ഈ ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ സംശയം ഉണ്ടാകാറുണ്ട്. അത് ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ജ്യോത്സ്യന്മാരെ അല്ലെങ്കിൽ ആസ്ട്രോളജർമാരെ അവർ സമീപിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ഈ മനസ്സിലാക്കാൻ പോകുന്ന വീഡിയോയിൽ നമ്മുടെ തന്നെ നക്ഷത്രവും വയസ്സും മാത്രം ഉപയോഗിച്ചുകൊണ്ട് സമയം ഇപ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയുടെ സമയം എങ്ങനെയാണ്, അയാൾക്കിപ്പോൾ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാനിരിക്കുന്നത്, ദോഷപ്രദമാണ് എങ്കിൽ അതിനുള്ള പ്രതിവിധി എന്താണ്, ഇതേക്കുറിച്ചെല്ലാം സവിസ്തരം ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ തുടർന്ന് സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ കാണുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുൻപ് ഇതുപോലെ വിശ്വാസ സംബന്ധമാർന്ന അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി എത്തുന്നതാണ്. പൊതുവിൽ നമ്മുടെ കർമ്മഫലം തന്നെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ പൊതുവിൽ പറയാറുണ്ടല്ലേ, നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലം ഈശ്വരനാണ് നൽകുന്നത് എന്ന്. എന്നാൽ ജ്യോതിഷ വിശ്വാസമനുസരിച്ച് നമ്മുടെ കർമ്മങ്ങൾക്ക് ഫലം നൽകുന്നതിനു വേണ്ടി ഈശ്വരൻ നിയോഗിച്ചിട്ടുള്ളത് നവഗ്രഹങ്ങളെയാണ്. ഓരോ വ്യക്തി ജനിക്കുമ്പോഴും അയാളുടെ നക്ഷത്രവും ദശയും അനുസരിച്ച് ജീവിതത്തിൽ ഓരോരോ അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജ്യോതിഷം പഠിക്കാത്തവർക്കും വളരെ ലളിതമായി നക്ഷത്രവും വയസ്സും മാത്രം വെച്ചുകൊണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ, നിങ്ങളുടെ ഗൃഹത്തിലുള്ള മറ്റുള്ളവരുടെ ഒക്കെ സമയം ഗണിക്കുന്നത് എന്നുള്ളത് വിശദമായി ഇനി അങ്ങോട്ട് മനസ്സിലാക്കാം. ഒരാളുടെ സമയം മനസ്സിലാക്കുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഒന്ന് മനസ്സിലാക്കുക. അതായത് ഏകദേശം 9 ഗ്രഹങ്ങളും അല്ലെങ്കിൽ നവഗ്രഹങ്ങളും അവയുടെ കാലയളവുമാണ് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നത്. അപ്പോൾ ഓരോ ഗ്രഹത്തിനും അതിൻ്റെതായ ദശാകാലയളവ് മനുഷ്യ ജീവിതത്തിൽ ചെലുത്തുന്നുണ്ട്. അതാണ് ഈ ഗ്രാഫിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. ഇത് ഇതേ ക്രമത്തിൽ ഓർത്തു വയ്ക്കുകയോ അല്ലെങ്കിൽ എഴുതി സൂക്ഷിക്കുകയോ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കാരണം നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സമയം ഗണിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ചാർട്ട് നമുക്ക് ആവശ്യമാണ്. ഇതിൽ നിങ്ങൾക്ക് കേതു എന്ന ഗ്രഹത്തെ കാണാൻ സാധിക്കും. കേതു 7 വർഷമാണ്, അല്ലെങ്കിൽ കേതുവിൻ്റെ ദശാകാലയളവ് എന്ന് പറയുന്നത് 7 വർഷമാണ്. കേതു ഒരു വ്യക്തിയിൽ ആദേശം ചെയ്താൽ 7 വർഷം വരെ ആ വ്യക്തിക്ക് കേതു ചില ഫലങ്ങൾ നൽകും. ഓരോ ഗ്രഹവും നൽകുന്ന ഫലം എന്താണ് എന്നുള്ളത് വിശദമായി നമ്മൾ തുടർന്ന് വരുന്ന ഭാഗത്ത് മനസ്സിലാക്കും. ഇനി രണ്ടാമത്തെ ഗ്രഹം ശുക്രനാണ്. ശുക്രൻ ഒരു വ്യക്തിയെ ആദേശം ചെയ്താൽ 20 വർഷം ശുക്രൻ തൻ്റെ സ്വാധീനം ആ ഒരു വ്യക്തിയിൽ ചെലുത്തും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഗ്രഹം ആദിത്യൻ അല്ലെങ്കിൽ സൂര്യനാണ്. സൂര്യൻ ഒരു വ്യക്തിയിൽ ബാധിച്ചു കഴിഞ്ഞാൽ 6 വർഷമാണ് ആ വ്യക്തിക്ക് സൂര്യൻ്റെ സ്വാധീനം അല്ലെങ്കിൽ ആദിത്യൻ്റെ സ്വാധീനം ഉണ്ടാകുക. നാലാമത്തത് ചന്ദ്രനാണ്. ചന്ദ്രൻ ഒരു വ്യക്തിയെ ബാധിച്ചു കഴിഞ്ഞാൽ 10 വർഷം ചന്ദ്രൻ്റെ സ്വാധീനം ആ വ്യക്തിയെ പല രീതിയിലും സ്വാധീനിക്കുന്നതാണ്. അടുത്തത് ചൊവ്വയാണ്.
ചൊവ്വ ഒരു വ്യക്തിയിൽ ആദേശം ചെയ്തു കഴിഞ്ഞാൽ 7 വർഷമാണ് ചൊവ്വയുടെ സ്വാധീന ഫലമായി ഒരു വ്യക്തിയുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അടുത്തത് രാഹുവാണ്. 18 വർഷമാണ് രാഹു ഒരാളിൽ ആരംഭിച്ചാൽ നീണ്ടു നിൽക്കുന്ന കാലാവധി എന്ന് പറയുന്നത്. അടുത്തത് വ്യാഴമാണ്. 16 വർഷമാണ് വ്യാഴം ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ ആദേശം ചെയ്യുന്നത്. അടുത്തത് ശനിയാണ്. 19 വർഷമാണ് ശനി ഒരു വ്യക്തിയെ ആദേശം ചെയ്യുന്നത്. ഏറ്റവും അവസാനമായിട്ട് ബുധനാണ്. 17 വർഷം ബുധൻ ഒരു വ്യക്തിയിൽ സ്വാധീനം ചെലുത്തും. നമ്മൾ ഈ മനസ്സിലാക്കിയ ഗ്രഹങ്ങൾ അതാത് ദശാകാലയളവ് അനുസരിച്ചുള്ള വർഷങ്ങൾ ഒരു വ്യക്തിയിൽ സ്വാധീനം ചെലുത്തുമെങ്കിലും ഒരു ദശ നടക്കുമ്പോൾ തന്നെ അന്തർദശകൾ നടക്കും. അതായത് ഒരു ദശ നടക്കുമ്പോൾ തന്നെ മറ്റ് 8 ഗ്രഹങ്ങളും ആ ദശയിൽ അപഹാരം ചെയ്യും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ഗഹനമായതുകൊണ്ട് നമുക്ക് ഈ അപഹാരങ്ങളൊന്നും മനസ്സിലാക്കേണ്ടതില്ല. വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതിയാകും. അപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പ്രധാന ദശകൾ, അല്ലെങ്കിൽ 9 ഗ്രഹങ്ങൾ. ഒരു മനുഷ്യനിൽ എത്ര കാലം ആ ഗ്രഹങ്ങളുടെ സ്വാധീനം ചെലുത്തും എന്നുള്ളതാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ജന്മദശ എന്ന ഒരു സംഗതി മനസ്സിലാക്കേണ്ടതുണ്ട്. ജന്മദശ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ജനിച്ച നക്ഷത്രം ഏതാണ് എന്നറിയണം. അല്ലെങ്കിൽ സമയം നോക്കാനായി വരുന്ന ഒരു വ്യക്തിയുടെ നക്ഷത്രം മനസ്സിലാക്കിയാൽ മാത്രമേ ജന്മദശ ഏതാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ നക്ഷത്രം അശ്വതി, മകം, മൂലം എന്നിങ്ങനെ നക്ഷത്രമാണ് എങ്കിൽ ആ വ്യക്തി കേതു ദശയിലാണ് ജനിച്ചിട്ടുള്ളത്. നിങ്ങളുടെ നക്ഷത്രം ഭരണി, പൂരം, പൂരാടം നക്ഷത്രത്തിലാണ് ജനിച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ ശുക്രദശയിലാണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. ശുക്രദശ 20 വർഷമാണ്. കാർത്തിക, ഉത്രം, ഉത്രാടം നക്ഷത്രത്തിലാണ് നിങ്ങൾ ജനിച്ചത് എങ്കിൽ ആദിത്യ ദശയിലാണ്, അല്ലെങ്കിൽ സൂര്യദശയിലാണ് ജനിച്ചിട്ടുള്ളത്. രോഹിണി, അത്തം, തിരുവോണം ഈ നക്ഷത്രത്തിലാണ് നിങ്ങൾ ജനിച്ചത് എങ്കിൽ ചന്ദ്രദശയിലാണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളത്. അടുത്തത് മകയിരം, ചിത്തിര, അവിട്ടം ഈ നക്ഷത്രത്തിലാണ് ജനിച്ചത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൊവ്വാദശയിലാണ് ജനിച്ചത്. തിരുവാതിര, ചോതി, ചതയം നക്ഷത്രത്തിൽ ജനിച്ചാൽ രാഹുദശയിലും, പുണർദം, വിശാഖം, പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചാൽ വ്യാഴദശയിലും, പൂയം, അനിഴം, ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചാൽ ശനിദശയിലും, ആയില്യം, തൃക്കേട്ട, രേവതി നക്ഷത്രത്തിൽ ജനിച്ചാൽ അവരൊക്കെ തന്നെ ബുധദശയിലുമാണ് ജനിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നക്ഷത്രം ഏതെങ്കിലും ഒരു ദശയിലായിരിക്കും ഉൾപ്പെടുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വിശാഖം നക്ഷത്രത്തിലാണ് നിങ്ങൾ ജനിച്ചത് എന്നുണ്ടെങ്കിൽ അയാളുടെ ജന്മദശ എന്ന് പറയുന്നത് വ്യാഴമാണ്. കാരണം വ്യാഴദശയിൽ ഉൾപ്പെട്ട നക്ഷത്രമാണ് വിശാഖം. ഇനി മകയിരം നക്ഷത്രത്തിലാണ് ഒരാൾ ജനിച്ചത് എന്നുണ്ടെങ്കിൽ അയാളുടെ ജന്മദശ എന്ന് പറയുന്നത് ചൊവ്വാദശയാണ്. അതുപോലെ രേവതി നക്ഷത്രത്തിൽ ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജന്മദശ ബുധദശയാണ്. അപ്പോൾ സമയം ഗണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ജന്മദശ ഏതാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടത് ജന്മശിഷ്ടം എങ്ങനെ കണക്കാക്കാം എന്നുള്ളതാണ്. ഒരു ദശയിൽ നമ്മൾ ജനിക്കുമ്പോൾ ആ ദശയുടെ മുഴുവൻ കാലയളവും നമുക്ക് ലഭിക്കണം എന്നില്ല. ജനിച്ച സമയത്ത് ചന്ദ്രൻ നക്ഷത്രത്തിന്റെ എത്ര ഭാഗം സഞ്ചരിച്ചു എന്നതിനെ ആശ്രയിച്ച് ദശാകാലയളവിൽ വ്യത്യാസം വരും. ഇതിനെയാണ് നമ്മൾ ജന്മശിഷ്ടം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ് അത് കോംപ്ലിക്കേറ്റ് ആക്കുന്നില്ല. ഇത് ജാതകം വെച്ച് വളരെ ഷാർപ്പായിട്ടൊക്കെ ഗണിച്ചെടുക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ ജനിച്ച ദശ ഏതാണോ, അല്ലെങ്കിൽ നമ്മുടെ ജന്മദശ ഏതാണോ അതിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ജനിച്ച, അല്ലെങ്കിൽ ഒരു നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയുടെ ജന്മദശയുടെ പകുതിയാണ് ജന്മശിഷ്ടം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് അശ്വതി, മകം, മൂലം നക്ഷത്രത്തിൽ ജനിച്ചാൽ കേതുദശയാണ് അല്ലെ. കേതുദശയുടെ കാലയളവ് എന്ന് പറയുന്നത് 7 വർഷമാണ്. അപ്പൊ അതിൻ്റെ പകുതി 3.5 വർഷം, അതായത് ജനനം മുതൽ ഏകദേശം 3.5 വയസ്സ് വരെ ആ വ്യക്തിക്ക് കേതുർദശയായിരുന്നു. അതാണ് ജന്മശിഷ്ടം എന്ന് പറയുന്നത്. രണ്ടാമതൊരു ഉദാഹരണം കൂടി നോക്കാം. ഭരണി, പൂരം, പൂരാടം നക്ഷത്രത്തിലാണ് ഒരു വ്യക്തി ജനിച്ചത് എന്നുണ്ടെങ്കിൽ
ഏത് ദശയിലാണ്? ശുക്രദശയിലാണ് ആ വ്യക്തി ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ശുക്രദശ 20 വർഷമാണ്. ഇതിന്റെ പകുതി എന്ന് പറയുന്നത് 10 വർഷമാണ്. അതായത് ജനനം മുതൽ 10 വയസ്സ് വരെ നമ്മൾ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ശുക്രദശയായിരുന്നു. അതാണ് ജന്മശിഷ്ടം എന്ന് പറയുന്നത്. ഇതുപോലെ മറ്റ് ദശകളുടെയും പകുതി നമ്മൾ എടുക്കുക, അതായിരിക്കും ആ ഒരു വ്യക്തിയുടെ ജന്മശിഷ്ടം എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മുടെ ദശ ഇനി എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ദശ കാണുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഒന്നാമതായിട്ട് നമ്മൾ അശ്വതി നക്ഷത്രക്കാരനായ ഒരു വ്യക്തി, അദ്ദേഹത്തിന് 20 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഈ ദശ മനസ്സിലാക്കുന്നതിന്, സമയം ഗണിക്കുന്നതിന് രണ്ട് സംഗതികളാണ് ആവശ്യം. ഒന്ന്, ആ വ്യക്തിയുടെ നക്ഷത്രം. രണ്ട്, ആ വ്യക്തിക്ക് ഇപ്പോൾ എത്ര വയസ്സായി എന്നുള്ളത്. അപ്പോൾ ഇവിടെ അശ്വതി നക്ഷത്രക്കാരനായ ഒരു വ്യക്തിക്ക് 20 വയസ്സായി. അങ്ങനെയുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മദശ എന്ന് പറയുന്നത് ഏതാണ്? അശ്വതി നക്ഷത്രം വരുന്നത് കേതു ദശയിലാണ് അല്ലെ. അപ്പോൾ കേതു ദശയാണ് അദ്ദേഹത്തിന്റെ ജന്മദശ എന്ന് മനസ്സിലായി. ഇനി നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത് ജന്മശിഷ്ടമാണ്. അപ്പോൾ കേതു ദശയുടെ പകുതി, അതായത് 7 വർഷത്തിന്റെ പകുതി 3.5 വർഷമാണ്. അതായത് ആ വ്യക്തിയുടെ 3.5 വയസ്സ് വരെ കേതുദശയായിരുന്നു. ഇനി അദ്ദേഹത്തിന് 3.5 വയസ്സല്ലല്ലേ, 20 വയസ്സായി. അപ്പോൾ കേതുദശ കഴിഞ്ഞാൽ അടുത്തത് ശുക്രദശയാണ്. ശുക്രദശ 20 വർഷം ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ 3.5 വയസ്സിന് ശേഷം തുടർന്ന് വരുന്ന 20 വർഷം ശുക്രദശ ആദേശം ചെയ്തു. അതായത് ഏകദേശം 23 വയസ്സ് വരെ അദ്ദേഹത്തിന് ശുക്രദശ നീണ്ടു നിൽക്കും അല്ലെ. അപ്പോൾ ഈ വ്യക്തിക്ക് ഇപ്പോൾ 20 വയസ്സേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശുക്രദശയാണ്. 23 വയസ്സ് കഴിഞ്ഞാൽ അടുത്ത ദശയായിട്ടുള്ള ആദിത്യ ദശ, അതായത് 6 വർഷത്തേക്ക് ആദേശം ചെയ്യും. അപ്പോൾ നിലവിൽ 20 വയസ്സായ അദ്ദേഹത്തിന് ഇനി 3.5 വർഷം കൂടി ശുക്രദശ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ഉദാഹരണം നോക്കാം. നമ്മൾ ഈ ഉദാഹരണം മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ എങ്ങനെയാണ് ഈ സമയം ഗണിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാകുന്നതാണ്. ചിത്തിര നക്ഷത്രക്കാരനായ ഒരാൾക്ക് 40 വയസ്സായി എന്ന് സങ്കല്പിക്കാം. അയാളുടെ സമയം നമുക്കിപ്പോൾ എങ്ങനെയാണ് എന്ന് നോക്കണം. അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് അയാളുടെ ജന്മദശ ഏതാണ് എന്നുള്ളതാണ്. ചിത്തിര നക്ഷത്രം ചൊവ്വാദശയിലാണ് വരുന്നത് അല്ലെ. ഇനി രണ്ടാമത് നമ്മൾ പരിശോധിക്കേണ്ടത് ജന്മശിഷ്ടം എത്രയാണ് എന്നാണ്. ജന്മദശയുടെ പകുതി നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 7 വർഷത്തിന്റെ പകുതി എന്ന് പറയുന്നത് 3.5 വർഷമാണ്. അപ്പോൾ 3.5 വയസ്സ് വരെ, ജനിച്ചു 3.5 വയസ്സ് വരെ അയാൾക്ക് ചൊവ്വാദശയായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ അദ്ദേഹത്തിന് 3.5 വയസ്സല്ല, 40 വയസ്സാണ്. അപ്പൊ നമ്മൾ അടുത്ത ദശകൾ ഇങ്ങനെ ഓർഡറിൽ എടുത്തു പോവുക. അപ്പൊ രാഹുദശയാണ് തൊട്ട് ചേർന്ന് വരുന്ന ദശ. അപ്പൊ 3.5യും രാഹുർ ദശയുടെ 18 വർഷവും കൂടി ചേരുമ്പോൾ 21.5 വയസ്സ് വരെ അദ്ദേഹത്തിന് രാഹുദശയായിരുന്നു. 21.5യും അല്ല, അദ്ദേഹത്തിന്റെ വയസ്സ് 40 ആണെന്ന് നമുക്കറിയാം. ശേഷം രാഹുദശയ്ക്ക് ശേഷം വരുന്ന വ്യാഴദശ കൂടി, അല്ലെങ്കിൽ ആ ഒരു 16 വർഷം കൂടി നമ്മൾ കൂട്ടിച്ചേർക്കുക. അപ്പോൾ 37.5 വയസ്സ് വരെ അദ്ദേഹത്തിന് വ്യാഴദശയായിരുന്നു എന്ന് മനസ്സിലാക്കാം. 37യും കഴിഞ്ഞു അല്ലേ, 40 എത്തി നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത ദശയായ ശനിദശ 19 വർഷമാണ്. അതുകൂടി കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് 56.5 വയസ്സ് വരെ ആ ഒരു വ്യക്തിക്ക് ശനിദശയാണ് എന്ന് മനസ്സിലാവും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശ, അതുകൊണ്ട് തന്നെ ശനിദശയാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. ഇനി മൂന്നാമത്തെ ഉദാഹരണം കൂടി മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്കിത് പരിപൂർണമായി മനസ്സിലാകും. അതായത് രേവതി നക്ഷത്രക്കാരനായ ഒരു വ്യക്തി, അദ്ദേഹത്തിന് 60 വയസ്സായി. അപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മദശ ഏതാണ്? നിങ്ങളൊന്ന് ചാർട്ട് നോക്കി കണ്ടുപിടിക്കൂ. രേവതി നക്ഷത്രത്തിന്റെ ദശ എന്ന് പറയുന്നത് ബുധദശയാണല്ലേ. അപ്പോൾ ജന്മദശ എന്ന് പറയുന്നത് രേവതി നക്ഷത്രം ആയതുകൊണ്ട് തന്നെ ബുധദശയാണ് എന്ന് മനസ്സിലായി. ഇനി അതിന്റെ പകുതി എടുക്കുക, അതായത് ജന്മശിഷ്ടം എടുക്കുക. ബുധൻ എന്ന് പറയുന്നത് 17 വർഷമാണ്. 17ന്റെ പകുതി എന്ന് പറയുന്നത് 8.5 അപ്പോൾ 8.5 വയസ്സ് വരെ അദ്ദേഹത്തിന് ബുധദശയായിരുന്നു എന്ന് നമ്മൾ അനുമാനിച്ചു. ഇനി 60 വയസ്സ് എത്തുന്നത് വരെ ഓരോ ദശകൾ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വരിക. അപ്പോൾ അടുത്ത 7 വർഷം കേതു ദശ ആദേശം ചെയ്തു. 8.5യും 7ഉം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ഏകദേശം 15.5 വയസ്സ് വരെ അദ്ദേഹത്തിന് കേതുർദശ. അത് കഴിഞ്ഞ് പിന്നെ ശുക്രദശ ആദേശം ചെയ്തു.
അടുത്ത ദശ ശുക്രദശയാണ് അല്ലേ. 20 വർഷമാണ്. 15യും 20ഉം 35 വരെ ശുക്രദശയായിരുന്നു. അടുത്ത ദശ നമ്മൾ കൂട്ടിച്ചേർക്കാണ് ആദിത്യ ദശ. 6 വർഷമാണ്. 35യും 6ഉം 41.5 വയസ്സ് വരെ അദ്ദേഹത്തിന് ആദിത്യ ദശ. അപ്പൊ ഈ ദശകളൊക്കെ കടന്നു പോയല്ലേ, അദ്ദേഹത്തിന് ഇപ്പൊ 60 വയസ്സായി. അപ്പോൾ അടുത്തത് ചന്ദ്രദശ 10 വർഷമാണ്. 41.5യും 10ഉം 51.5 വയസ്സ് വരെ ചന്ദ്രദശ. അവിടെയും നമുക്ക് തീരുന്നില്ല. അടുത്ത ചൊവ്വാദശ കൂടി നമുക്ക് കൂട്ടിച്ചേർക്കാം. 7 വർഷമാണ്. 51.5യും 7ഉം 58.5 വയസ്സ് വരെ ചൊവ്വാദശയായിരുന്നു. അപ്പൊ ആ ചൊവ്വാദശയും കടന്നു. ഇപ്പോഴത്തെ ദശ, ഇനി അടുത്ത ദശ നമുക്ക് കൂട്ടിച്ചേർക്കാം. 58യോടൊപ്പം അടുത്ത ദശയായിട്ടുള്ള രാഹുദശയുടെ 18 വർഷം കൂടി കൂട്ടിച്ചേർത്തു. അതായത് ഏകദേശം 76.5 വയസ്സ് വരെ അദ്ദേഹത്തിന് രാഹുദശയാണ്. ഇപ്പോൾ 60 വയസ്സായി. അതായത് രാഹുദശ തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷമായിട്ടുണ്ട്. ഇനി 76.5 വയസ്സ് വരെ അദ്ദേഹത്തിന് രാഹുദശയാണ്. അപ്പോൾ ആ രാഹുദശയുടെ ഫലങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെയായിരിക്കും ആ വ്യക്തിയെ അനുഭവിക്കേണ്ടി വരിക, അല്ലെങ്കിൽ ജീവിതത്തിൽ ആസ്വദിക്കേണ്ടി വരിക. ഈ രീതിയിൽ നിങ്ങളുടെ നക്ഷത്രവും വയസ്സ് ഉപയോഗിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ ദശ ഏതാണെന്ന് വളരെ ലളിതമായിട്ട് കണ്ടെത്താൻ സാധിക്കും. ഇത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ ജാതകമൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതി ജന്മശിഷ്ടമൊക്കെ കൃത്യമായി കണ്ടെത്തി ദശ കണ്ടെത്തുന്നത് പോലെയല്ല. ഒരു പക്ഷെ ഒരു ഏകദേശ ധാരണ മാത്രം ലഭിക്കുന്നതിന് ഇത് ഉപകരിക്കും. എന്നാൽ ഏകദേശ ധാരണ മാത്രമല്ല, ഇതിലെ വിവരങ്ങൾ കൃത്യവുമായിരിക്കും എന്നുള്ളതാണ്. ഏകദേശം അതേ ദശ തന്നെ ആയിരിക്കും. അപ്പൊ ഈ വിധത്തിലാണ് ദശകൾ നമ്മൾ കണക്കാക്കുന്നത്. ഇനി ഓരോ ദശയുടെയും ഫലം എന്തൊക്കെയാണ്, അതിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് തുടർന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് കേതു ദശയാണ് ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ അനുഭവങ്ങളിലൂടെ ആയിരിക്കും ആ ഒരു വ്യക്തി കടന്നു പോകുന്നത്, ഈ ഒരു ദശയുടെ പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണ്, ഗുണങ്ങൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ദോഷങ്ങൾ കുറയ്ക്കാൻ എന്ത് ചെയ്യണം, ഇതേക്കുറിച്ചെല്ലാം ഇനി മനസ്സിലാക്കാം. കേതുവിനെ ഒരു നിഴൽ ഗ്രഹം എന്നാണ് ജ്യോതിഷം വിശേഷിപ്പിക്കുന്നത്. സാധാരണയായിട്ട് ആത്മീയത, അതുപോലെ മോക്ഷം, വിരക്തി, രഹസ്യ സ്വഭാവം, ഗവേഷണം ഇവയുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ കേതു നൽകുന്നുണ്ട്. എങ്കിലും ചിലപ്പോഴെങ്കിലും അപ്രതീക്ഷിത സംഭവങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ എന്നിവയും കേതുദശയിൽ സംഭവിച്ചു വരുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ കേതുവിൻ്റെ സ്ഥാനം, ബലം, അതുപോലെ മറ്റ് ഗ്രഹങ്ങളുമായുള്ള ബന്ധം ഇവയൊക്കെ അനുസരിച്ച് ഫലത്തിൽ വ്യത്യാസം വരാം. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പറയുന്നത് പൊതുവായുള്ള ഫലങ്ങളാണ്. അപ്പോൾ കേതുദശയിൽ ഒന്നാമതായിട്ട് ചില ഗുണങ്ങൾ നമുക്ക് സമ്മാനിക്കും കേതു. ആത്മീയപരമായ വളർച്ചയാണ്. ഈ ഒരു ദശയിൽ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം ജനിക്കുക, ധ്യാനം, യോഗ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഈശ്വരീയമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇടപെടുക, അത്തരം ഗുണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് ഗവേഷണ താല്പര്യമാണ്. രഹസ്യ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഗൂഢശാസ്ത്രങ്ങളിൽ ഒക്കെ താല്പര്യം വർദ്ധിക്കുക, പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുക, ഇതൊക്കെ ഈ കേതുദശയിൽ സംഭവിക്കാം. ഇനി മറ്റൊന്ന് ഭൗതികപരമായ കാര്യങ്ങളോടുള്ള ആസക്തി കുറയുകയും ജീവിതത്തിൽ കൂടുതൽ ലാളിത്യം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമായിട്ട് മാറും. അതുപോലെ അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ, ഭാഗ്യങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങൾ ഇതൊക്കെ കേതുദശയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ ചില ദോഷങ്ങളും ഉണ്ട് കേതുവിന്. ഒന്നാമതായിട്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ച് ദഹന സംബന്ധമായ അസുഖങ്ങൾ, വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാം. ചർമ്മരോഗങ്ങൾ, ചൊറി, ചുണങ്ങ് അങ്ങനെയൊക്കെയുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാകാം. നാഡീയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അലർജി സംബന്ധമായ അസുഖങ്ങൾ, ചെറിയ അപ്രതീക്ഷിത അപകടങ്ങൾ ഇതൊക്കെ ഈ ഒരു കാലയളവിൽ ഉണ്ടാകാം. ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. മറ്റൊന്ന് മാനസിക സമ്മർദ്ദമാണ്. ഏകാന്തത, ഉത്കണ്ഠ, അമിതമായ ഭയം, ചിന്തകൾ ഇതൊക്കെ ഒരു മാനസിക പിരിമുറുക്കം നമുക്ക് സമ്മാനിക്കും. ചിലപ്പോഴൊക്കെ വിഷാദ രോഗങ്ങളിലേക്ക് ഇത്
നയിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനി കുടുംബ ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കേതു വർദ്ധിപ്പിക്കും. കുടുംബ അംഗങ്ങളുമായും സുഹൃത്തുക്കളുമായിട്ടൊക്കെ തെറ്റിപ്പിരിയുക, തെറ്റിദ്ധാരണകൾ ഉണ്ടാകുക, ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുക, ഒറ്റപ്പെടൽ അതിലൂടെ ഉണ്ടാകുക, ഇതൊക്കെ കേതുദിശയിൽ സംഭവിക്കാം. ഇനി മറ്റൊന്ന് സാമ്പത്തിക നഷ്ടങ്ങളാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ, അനാവശ്യമായ ധൂർത്ത് കാരണം പണം നഷ്ടപ്പെടുക, അതുപോലെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമില്ലാതെ വരിക, ജീവിതത്തിൽ ഒരു വ്യക്തമായ ലക്ഷ്യമില്ലാതെ ആശയക്കുഴപ്പം ഉണ്ടാകുക, അതുപോലെ വിദേശത്തേക്ക് പോയിട്ട് അവിടം കൊണ്ട് രക്ഷപ്പെടാതെ വരിക, ഇതൊക്കെ കേതുദശയിലെ ദോഷങ്ങളാണ്. അപ്പോൾ ഈ ദോഷങ്ങളെ അമർച്ച ചെയ്ത് കേതുദശയിൽ നല്ല ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് ചില പരിഹാരങ്ങളുണ്ട്. അതിലൊന്ന് ഗണപതിയെ ഭജിക്കുക എന്നുള്ളതാണ്. കേതുദശയ്ക്ക് ഗണപതി ഭഗവാനെ ഭജിക്കുന്നത്, പൂജിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, നാളികേരം ഉടയ്ക്കുന്നത്, കറുകമാല സമർപ്പിക്കുന്നത്, മുക്കുറ്റി സമർപ്പിക്കുന്നത്, ദീപം തെളിക്കുന്നത്, ഇതൊക്കെ ഏറെ ഗുണകരമാണ്. കേതുദോഷം കുറഞ്ഞു കിട്ടും. ഇനി മറ്റൊന്ന് ശിവനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പരമേശ്വരനെ പ്രാർത്ഥിക്കുന്നതിലൂടെ കേതുവിൻ്റെ ദോഷങ്ങൾ അത് ഇല്ലാതാകും എന്നതാണ്. അതുപോലെ നവഗ്രഹ ക്ഷേത്രങ്ങൾ നിങ്ങൾ സന്ദർശനം നടത്തുന്നതും ഈ കേതുവിൻ്റെ ദോഷത്തെ പരിഹരിക്കും. ഇനി മറ്റൊന്ന് വ്യാഴാഴ്ച വ്രതമെടുക്കുക എന്നുള്ളതാണ്. വ്യാഴാഴ്ചകളിൽ ഉറപ്പായും കേതുദോഷ പരിഹാരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പൂജകളും വഴിപാടുകളും ക്ഷേത്ര ദർശനങ്ങളും, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടദേവന്റെ ക്ഷേത്രം, കുടുംബക്ഷേത്രം, ഇതൊക്കെ സന്ദർശനം ചെയ്ത് കേതുദോഷം ഒഴിവാക്കി ജീവിതം ഐശ്വര്യ സമ്പൂർണ്ണമാകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാകും. ആ ദോഷങ്ങൾ നമ്മിൽ നിന്ന് പോകുന്നതാണ്. ഇനി പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വയോധികര്, അശരണരായിട്ടുള്ള ആളുകൾക്ക്, ഇവർക്ക് ഭക്ഷണം, വസ്ത്രം, കരിമ്പടം, അതുപോലെ എള്ള്, എണ്ണ, പുളി, ഇവയൊക്കെ ദാനം ചെയ്യുന്നത് ഐശ്വര്യപ്രദമാണ്. പിന്നെ ധ്യാനം, യോഗ, പ്രാണായാമം ഇവ ശീലിക്കുന്നത് ഈ കേതുദശാകാലത്ത് മനസ്സിനുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ നീങ്ങുന്നതിന് സഹായിക്കും. ഇനി ശരീരവും നമ്മുടെ പരിസരവും ഒക്കെ ശുചിയായി സൂക്ഷിക്കുന്നതിലൂടെ സ്കിൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ കേതുദശയിൽ പ്രധാനമായിട്ട് അല്പം സാഹസികതയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ കൊള്ളാം എന്നൊക്കെയുള്ള തോന്നലുകൾ നമുക്കുണ്ടാകും. അപ്പോൾ ആ സാഹസികമായ യാത്രകളൊക്കെ നിങ്ങൾ ഒന്ന് ഒഴിവാക്കിയാൽ അങ്ങനെ ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇതാണ് കേതുദശയിൽ പൊതുവിൽ ഗുണവർദ്ധനവിന് നമ്മൾ ചെയ്യേണ്ടതായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, പൊതുഫലങ്ങൾ. ശുക്രദശ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദശകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ശുക്രൻ സൗന്ദര്യം, സ്നേഹം, സമ്പത്ത്, ആഡംബരം, സന്തോഷം, ഇവയൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവയുടെ കാരകത്വം വഹിക്കുന്ന ഒരു ഗ്രഹമാണ്. ഏകദേശം 20 വർഷക്കാലമാണ് ശുക്രൻ നമ്മുടെ ജീവിതത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫലമെങ്കിലും ശുക്രൻ നമ്മുടെ ജാതകത്തിലെ സ്ഥാനം അനുസരിച്ച് അതിന് ചില വേരിയേഷനൊക്കെ വരാവുന്നതാണ് ഫലത്തിൽ. അപ്പോൾ ശുക്രദശയിൽ നമുക്കുണ്ടാകുന്ന പൊതുവായ ഫലം എന്തൊക്കെയാണ് എന്ന് വിശദമായി പരിശോധിക്കുമ്പോൾ, ഒന്ന്, സമ്പത്തും ഐശ്വര്യവും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്. സാമ്പത്തികമായിട്ട് വളരെ വലിയ ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്രതീക്ഷിതമായിട്ട് പണം നമുക്ക് ലഭിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കും. ചിലപ്പോൾ ഒന്നിലധികം വരുമാന മാർഗങ്ങൾ തുറക്കും. അതൊക്കെ നമ്മുടെ ജാതകത്തിലെ ശുക്രന്റെ സ്ഥിതി കൂടി നോക്കിക്കണ്ട് മാത്രമേ നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. ആഡംബര വസ്തുക്കളായിട്ടുള്ള വീട്, വാഹനം, സ്വർണം, ഇതൊക്കെ നമുക്ക് സ്വന്തമാക്കുവാനും സാധിക്കും. അതുപോലെ വിവാഹം തുടങ്ങി ബന്ധങ്ങൾ, അവിവാഹിതർക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ഈ ദശ സഹായിക്കും. ദാമ്പത്യ ജീവിതം കൂടുതൽ സന്തോഷകരമാകും. പ്രണയബന്ധങ്ങൾ പൂവണിയും. സുഹൃത്തുക്കളുമായും കുടുംബ അംഗങ്ങളുമായിട്ടും നല്ല ബന്ധം നിലനിർത്തുവാൻ ഈ ഒരു കാലയളവിൽ സാധിക്കും. ഇനി കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, അല്ലെങ്കിൽ സൗന്ദര്യം വർദ്ധിക്കാം, ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ ഉണ്ടാകും ഈ ഒരു കാലയളവിൽ. പ്രശസ്തി അതിലൂടെ ഉണ്ടാകും. സംഗീതം, നൃത്തം, അഭിനയം, ഫാഷൻ, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ നിങ്ങൾക്ക് ഈ ഒരു
ശുക്രദശാ കാലയളവിൽ ശോഭിക്കാൻ സാധിക്കും. സൗന്ദര്യവർദ്ധന വസ്തുക്കൾ, ഫാഷൻ, ഇവയിലൊക്കെ തന്നെ താല്പര്യം വർദ്ധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ തന്നെ സൗന്ദര്യമൊക്കെ വർദ്ധിപ്പിക്കാൻ നിങ്ങൾ പല കാര്യങ്ങളും, അത്തരം താല്പര്യങ്ങളൊക്കെ ഈ ഒരു സമയം വർദ്ധിക്കും എന്നുള്ളതാണ്. ഇനി സന്തോഷം ഈ കാലയളവിൽ കൂടുതലായി ഉണ്ടാകും എന്നുള്ളതാണ്. ഒരു സംതൃപ്തി ഉണ്ടാകും എല്ലാ കാര്യത്തിലും. വിനോദയാത്രകൾ പോകും, ആഘോഷങ്ങൾ ജീവിതത്തിൽ ധാരാളം ഉണ്ടാകും, ആഡംബര ജീവിതം തന്നെ ആസ്വദിക്കാൻ സാധിക്കും, സമൂഹത്തിൽ അംഗീകാരവും പദവിയും ഒക്കെ ഉണ്ടാകും, ആരോഗ്യവും വളരെ വലിയ രീതിയിൽ ഉണ്ടാകുന്നതാണ്, ഊർജ്ജസ്വലതയും കൈവരിക്കാൻ സാധിക്കും. എന്നാൽ ചില ദോഷങ്ങളും ശുക്രദശാ കാലയളവിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്ന്, അമിതമായ ആസക്തി. അതെന്തിനോട്? ഭൗതിക സുഖങ്ങളോടുള്ള. ഇതിൻ്റെ ഭാഗമായിട്ട് ധൂർത്തും അമിത ചെലവുകളും ഉണ്ടാകും. ഇത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കാൻ കാരണമാകും. ഒരു പക്ഷേ ഈ ശുക്രൻ കഴിഞ്ഞു വരുന്നത് പിന്നീട് ആദിത്യനാണ്. ആ ആദിത്യൻ എന്ന് പറയുന്നത് അലഞ്ഞു തിരിയുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ശുക്രദശയിൽ ഇതുപോലെ ധാരാളത്തൊക്കെ കാണിച്ച് പൈസയൊക്കെ അടിച്ച് പിരുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന ദശകളിൽ നമ്മുടെ ജീവിതം അത്യധികം അസഹനീയമാകും. അപ്പോൾ ഈ അമിതമായിട്ട് ധനം വിനിയോഗിക്കുന്ന കാര്യമൊക്കെ നിങ്ങളൊന്ന് ഒഴിവാക്കിയാൽ തുടർന്ന് ജീവിതം സന്തോഷകരമായിരിക്കും. ഇനി മറ്റൊന്ന് ആരോഗ്യ പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ച് ഈ മൂത്രസംബന്ധമായിട്ട് പ്രത്യുൽപാദന വ്യവസ്ഥയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ, ലൈംഗിക രോഗങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഈ വിവാഹ ബന്ധത്തിൽ അത്തരം ബന്ധത്തോട് കൂടുതൽ ആസക്തി തോന്നുക, ഇതൊക്കെ ദാമ്പത്യ ജീവിതത്തിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ സംശയം മുതലായ കാര്യങ്ങൾ കൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഈ ഒരു സമയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ അലസത വർദ്ധിക്കാനും കഠിനാധ്വാനം ചെയ്യാതിരിക്കാനൊക്കെ ഉള്ളൊരു, അല്ലെങ്കിൽ അതിനോടുള്ള താല്പര്യമൊക്കെ കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില തെറ്റായ പ്രവൃത്തികൾ കൊണ്ട് സമൂഹത്തിൽ പേരുദോഷം ഉണ്ടാകാനുള്ള സാധ്യതയും ശുക്രദശാ കാലയളവിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. ഇനി ചില പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ ഞാൻ ഈ പറഞ്ഞ ദോഷങ്ങൾ അകലുന്നതാണ്. ഒന്നാമതായിട്ട് ലക്ഷ്മി ദേവി, ദുർഗാദേവി ഇവരെ നിങ്ങൾ വെള്ളിയാഴ്ച തോറും ഭജിക്കുക, അതുപോലെ ദേവീക്ഷേത്രങ്ങൾ സന്ദർശനം നടത്തുക എന്നുള്ളതാണ്. അതുപോലെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ശുക്രന് പ്രത്യേക വഴിപാടുകൾ, പൂജകൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതുമാണ്. ഈ വെള്ളിയാഴ്ചകളിൽ വ്രതമെടുക്കുന്നത് ഏറ്റവും ശുഭപ്രദമാണ്. ശുക്രൻ നമ്മുടെ ജീവിതത്തിൽ ശോഭിക്കുന്നതിന് അത് കാരണമാകും. ഇനി സ്ത്രീകൾക്ക് വെളുത്ത വസ്ത്രങ്ങൾ, അരി, പഞ്ചസാര, പാല്, സുഗന്ധദ്രവ്യങ്ങൾ, വെള്ളി, ഇതൊക്കെ നിങ്ങൾ ദാനം ചെയ്യുകയാണ്. അതിൽ ഈ വെളുത്ത വസ്ത്രങ്ങൾ സ്ത്രീകൾക്കാണ് കേട്ടോ. അതുപോലെ അരി, പഞ്ചസാര, പാല്, സുഗന്ധവ്യഞ്ജനങ്ങൾ, വെള്ളി, ഇതൊക്കെ പാവങ്ങൾക്ക് നിങ്ങൾ ദാനം ചെയ്യുകയാണ്. സ്ത്രീകൾക്ക് വേണമെങ്കിലും ദാനം ചെയ്യാം, അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ്. ഇനി പരിസര ശുചിത്വം നിങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. സൗന്ദര്യപരമായ കാര്യങ്ങളിലും മിതത്വം പാലിക്കുക. ആഡംബര ജീവിതം നയിക്കുമ്പോൾ ധൂർത്തൊഴിവാക്കുക. നല്ല ബന്ധങ്ങൾ നിലനിർത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശുക്രദശാ കാലയളവിൽ ചെയ്യുന്നത് ശുക്രന്റെ നല്ല ദൃഷ്ടി അല്ലെങ്കിൽ ഗുണഫലം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതിന് കാരണമാകും. ഇനി ആദിത്യ ദശയാണ് നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആദിത്യ ദശയിൽ എന്തൊക്കെ ജീവിത സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുക എന്ന് പരിശോധിക്കുമ്പോൾ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്വാധീനം ചെലുത്തുന്ന ഒരു ദശയാണ് ആദിത്യ ദശ. 6 വർഷമേ ഉള്ളൂ ആദിത്യ ദശ. അതുകൊണ്ട് തന്നെ ചില ഗുണങ്ങളും ദോഷങ്ങളും ഈ ദശാകാലയളവിലുണ്ട്. ഗുണങ്ങൾ വർദ്ധിക്കുന്നതിനും ദോഷങ്ങൾ അകലുന്നതിനും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഇതിൽ തന്നെ പറയുന്നുണ്ട്. ജ്യോതിഷത്തിൽ സൂര്യന് അല്ലെങ്കിൽ ആദിത്യന് ആത്മാവ്, പിതാവ്, അധികാരം, ആരോഗ്യം, ആത്മാഭിമാനം, സർക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ അവയുടെയൊക്കെ ഒരു കാരകത്വം കൽപ്പിച്ചിരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ സൂര്യൻ്റെ സ്ഥാനം, ബലം, മറ്റ് ഗ്രഹങ്ങളുമായുള്ള ബന്ധം, ദൃഷ്ടി, ഇതൊക്കെ വെച്ചുകൊണ്ട് ആദിത്യ ദശയുടെ ഫലത്തിൽ ഞാൻ ഈ പറയുന്നതിൽ നിന്ന് ചില നേരിയ വ്യത്യാസങ്ങളൊക്കെ വരാം. എന്നിരിക്കലും പൊതുവായ ഫലങ്ങൾ ഈ പറയുന്നത് പോലെയൊക്കെ ആയിരിക്കാം.
അതിൽ ചില ഗുണങ്ങളെന്ന് പറയുന്നത് അധികാരങ്ങളും സ്ഥാനമാനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. സർക്കാർ ജോലികളിൽ പ്രവേശനം ലഭിക്കുക, ഉന്നത സ്ഥാനങ്ങളിൽ എത്തുക, സമൂഹത്തിൽ അംഗീകാരം നേടുക, അതിനൊക്കെ ഈ ഒരു ദശ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ നേതൃത്വ ഗുണവും ഈ ഒരു കാലയളവിൽ വർദ്ധിക്കും. രാഷ്ട്രീയം, കല, സാമൂഹികം, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആദ്യത്തെ ദിശ വളരെ ഗുണകരമാകും. അവരുടെ ജാതകത്തിൽ കൂടി ആദിത്യൻ നല്ല രീതിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ യശസ്സും കീർത്തിയും അവരുടെ പ്രതാപവും ഒക്കെ ആ ഒരു കാലയളവിൽ വർദ്ധിക്കും. 2, ആത്മവിശ്വാസവും ആത്മാഭിമാനവും വർദ്ധിക്കും. എല്ലാ കാര്യത്തിലും ഉറച്ചൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ പക്ക കറക്റ്റ് ആയിരിക്കും. അതുപോലെ ആരോഗ്യം, നല്ല ആരോഗ്യം, ഊർജ്ജസ്വലത, രോഗപ്രതിരോധ ശേഷി, ഇവയൊക്കെ ഈ ഒരു കാലയളവിൽ വർദ്ധിക്കും. നല്ല ഊർജ്ജസ്വലത, സൂര്യൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ഊർജ്ജമുള്ളൊരു ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഊർജ്ജസ്വലതയൊക്കെ നിങ്ങൾക്കുണ്ടാകും. ഇനി പിതാവുമായുള്ള ബന്ധമാണ്. പിതാവിനെ പിന്തുണയ്ക്കുകയും പിതാവിൽ നിന്ന് സ്നേഹവും ബഹുമാനവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ പിതാവിൻ്റെ ആരോഗ്യവും ഈ ഒരു കാലയളവിൽ നിങ്ങളെ കൊണ്ട് വർദ്ധിക്കും എന്നുള്ളതാണ്. ഇനി സമൂഹത്തിൽ ചില അംഗീകാരങ്ങളും പ്രശസ്തിയും നിങ്ങളെ തേടിയെത്തും. സർക്കാർ സംബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇടപെടുന്നവർക്കും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി എന്നാൽ ചില ദോഷങ്ങളുണ്ട് ആദിത്യ ദശയിൽ. അമിതമായ ആത്മവിശ്വാസം കാരണം ഒരു സ്വേച്ഛാധിപത്യത്തിലേക്ക് നിങ്ങൾ നടന്നു ചെന്നേക്കാം. മറ്റുള്ളവരുമായിട്ട് വഴക്കും കലഹവും തല്ലുപിടുത്തവും ഒക്കെ ഉണ്ടാകാൻ സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നേത്ര രോഗങ്ങൾ, പ്രത്യേകിച്ച് വലത് കണ്ണ്, അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, എല്ല് രോഗങ്ങൾ, പനി, ഇതൊക്കെ ഇങ്ങനെ അടിക്കടി ഉണ്ടാകാൻ സാധ്യത പറയുന്നുണ്ട്. അതൊക്കെ ജാതകത്തിൽ ഈ ആദിത്യൻ വളരെ മോശപ്പെട്ട് നിന്നാലുള്ള ഫലമാണ് പറയുന്നത്. അപ്പോൾ ഇക്കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നമ്മുടെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കുക. നേരിയ എന്തെങ്കിലും അസുഖങ്ങൾ കണ്ടു തുടങ്ങിയാൽ തന്നെ നമ്മളതിനെ ചികിത്സിക്കുക. തുടക്കത്തിൽ ചികിത്സിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും. ജ്യോതിഷം അതാണ് മുഖ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. അതായത് ശ്രദ്ധയോടുകൂടി ചിട്ടയോട് കൂടിയിട്ട് ഇത്തരം പ്രശ്നങ്ങളെ അതിജീവിക്കാനായിട്ട് നമ്മളെ പര്യാപ്തപ്പെടുത്തുകയാണ് ഇത്തരം ശാസ്ത്രങ്ങൾ. ഇനി മറ്റൊരു പ്രശ്നം, പിതാവുമായുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ, തെറ്റിദ്ധാരണകൾ, വഴക്ക്, അതുപോലെ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഈ ഒരു കാലയളവിൽ ആദിത്യൻ്റെ ദിശാകാലയളവിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനനഷ്ടം, ധൂർത്ത്, ആഡംബരം, ഇത് കാരണം ഉണ്ടാകുന്ന ധനനഷ്ടം, അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഈ ഒരു സമയം നിങ്ങളെ വല്ലാണ്ട് വലയ്ക്കും. ചെറിയ കാര്യത്തിന് പോലും പെട്ടെന്ന് ക്ഷമ നശിക്കും. വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കും. നാവിൻ്റെ കടിഞ്ഞാണൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. നാവെടുത്ത് വളച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ശത്രുത സ്വീകരിക്കുന്ന തരത്തിലുള്ള വാചകങ്ങളെ നമ്മുടെ വായിൽ നിന്ന് വരുള്ളൂ. സർക്കാർ കാര്യങ്ങളിൽ തിരിച്ചടികളുണ്ടാകും. നിയമപരമായ കുരുക്കുകളിലേക്ക് പോകും. കേസ് വഴക്കുകൾ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ദോഷഫലങ്ങൾ കുറച്ചുകൊണ്ട് ഞാൻ മുന്നേ സൂചിപ്പിച്ച ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നാമതായിട്ട് ദിനവും സൂര്യ നമസ്കാരം ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട. രാവിലെ ആദിത്യ ഭഗവാനെ കൈയെടുത്ത് പ്രാർത്ഥിക്കുക. മുഖമൊക്കെ കഴുകി രാവിലെ കിഴക്ക് ദർശനമായി നിന്ന് ആ സൂര്യഭഗവാനെ കണ്ടു തൊഴുത് നിങ്ങൾ ഭഗവാനെ എൻ്റെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും തരണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. മറ്റൊന്നും നിങ്ങൾ അതിന് ചെയ്യേണ്ടതില്ല. ഇനി ആദിത്യ ഹൃദയ മന്ത്രം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് ചൊല്ലുന്നത് ഐശ്വര്യപ്രദമാണ്. ഏകമുഖ രുദ്രാക്ഷം ധരിക്കുന്നതും സൂര്യഗ്രഹ ദോഷ ശാന്തിക്ക് പരിഹാരമാണ്. അതുപോലെ ചുവന്ന വസ്ത്രങ്ങൾ ഞായറാഴ്ച തോറും ധരിക്കുന്നത് ഐശ്വര്യപ്രദമാണ്. പാവപ്പെട്ടവർക്ക് ഗോതമ്പ്, ശർക്കര, ചെമ്പ് ഇതൊക്കെ ദാനം ചെയ്യുന്നത്, പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിൽ ചെമ്പ് തളികകൾ, ഇതൊക്കെ ദാനം ചെയ്യുന്നത് ഉത്തമമാണ്. ഇനി പിതാവിനെയും പിതൃതുല്യരായിട്ടുള്ള ആൾക്കാരോടും ആദരവോടും സ്നേഹത്തോടും കൂടിയിട്ട് പെരുമാറുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതും സൂര്യൻ്റെ ആദിത്യൻ്റെ ഗുണം നമ്മിൽ വർദ്ധിപ്പിക്കും. ഞായറാഴ്ചകളിൽ ഉപ്പൊഴിവാക്കി ഉപവസിക്കുന്നത് സൂര്യൻ്റെ അനുഗ്രഹം നേടിത്തരും. അപ്പോൾ ഈ പരിഹാരങ്ങൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദിത്യ ദശയിലെ ദോഷങ്ങളുടെ കാഠിന്യത്തെ നമുക്ക്
ലഘൂകരിക്കാൻ സാധിക്കും. നല്ല ഫലങ്ങൾ വർദ്ധിക്കും. ഇനി ചന്ദ്രദശയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദശയാണ്. മറ്റ് ദശകളെ പോലെ തന്നെ ചില ഗുണങ്ങളും ദോഷങ്ങളും ചന്ദ്രദശയ്ക്ക് സമ്മാനിക്കുവാൻ ശേഷിയുണ്ട്. അപ്പോൾ ജാതകത്തിലെ നിങ്ങളുടെ ചന്ദ്രൻ്റെ അവസ്ഥയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ദൃഷ്ടി, മറ്റ് ഗ്രഹങ്ങളുമായിട്ടുള്ള യോഗം, കൂട്ടുകെട്ട്, ഇതൊക്കെ നോക്കിയിട്ട് വേണം നമുക്കതിൻ്റെ ആ ഒരു പൂർണ്ണമായ ഫലം മനസ്സിലാക്കുവാൻ. പക്ഷെ ഇവിടെ അടിസ്ഥാനപരമായിട്ട് അല്ലെങ്കിൽ പൊതുവായ ചില ഫലങ്ങളാണ് നമ്മൾ പറയുന്നത്. ഈ ചന്ദ്രനെ പൊതുവെ മനസ്സിൻ്റെയും അതുപോലെ വികാരത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും ഒക്കെ സൂചകമായിട്ടാണ് കണക്കാക്കുന്നത്. ചന്ദ്രദശ 10 വർഷമാണ്. ഈ ദശയിൽ ഒരാളുടെ മാനസികാവസ്ഥ, വികാരം, മാതാവുമായുള്ള ബന്ധം, യാത്രകൾ, ജലവുമായി ബന്ധപ്പെട്ട യാത്രകൾ, കാര്യങ്ങൾ, ഈ വക കാര്യങ്ങളൊക്കെ തന്നെ സ്വാധീനിക്കപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് ബന്ധപ്പെടുത്തി പറയാം. അപ്പം മുന്നേ സൂചിപ്പിച്ചതുപോലെ ചന്ദ്രൻ്റെ സ്ഥാനം, ബലം, മറ്റ് ഗ്രഹങ്ങളുമായിട്ടൊക്കെയുള്ള യോഗം, ദൃഷ്ടി, ഇതൊക്കെ അനുസരിച്ച് ഈ ഫലത്തിൽ ചെറിയ വ്യത്യാസങ്ങളും ഉണ്ടാകും. ആദ്യം ഗുണം മനസ്സിലാക്കാം. ഒന്ന് മാനസികമായിട്ടുള്ള സമാധാനമാണ്. പൊതുവെ ശാന്തമായ ഒരു ദശയാണ് ചന്ദ്രദശ എന്ന് പറയുന്നത്. ഒരു തണുപ്പൻ ഗ്രഹമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. മനസ്സിന് അത്യധികം കുളിർമയും തണുപ്പും ഒരു സമാധാനമൊക്കെ നമുക്ക് കിട്ടുന്ന ദശയാണ് ചന്ദ്രദശ. മനസ്സിന് സന്തോഷവും സമാധാനവും ഈ ഒരു ദശയിൽ ഉണ്ടാകും. ഇനി അമ്മയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. അമ്മയിൽ നിന്ന് പിന്തുണയും സ്നേഹവും നിങ്ങൾക്ക് ലഭിക്കും. അമ്മയുടെ ആരോഗ്യവും ഐശ്വര്യവും വർദ്ധിക്കും. അതുപോലെ അമ്മയുടെ സ്ഥാനത്തുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് സ്നേഹവും പരിചരണവും ലഭിക്കും. ഇനി ഈ യാത്രയുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് കപ്പൽ യാത്ര, ബോട്ട് യാത്ര, ഇതിനൊക്കെ സാധ്യതകൾ വർദ്ധിക്കും. ദൂരയാത്രകൾ ഉണ്ടാകും, പുതിയ അനുഭവങ്ങൾ ഉണ്ടാകും. അതുപോലെ ഈ തണുപ്പ് വീഴുന്ന രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ചേക്കേറാൻ സാധിക്കും. ചന്ദ്രദശയിൽ തണുപ്പ് അല്ലെങ്കിൽ മഞ്ഞ് വീഴുന്ന ഇടങ്ങളിലേക്ക് ചേക്കേറാനും സന്ദർശനം ചെയ്യാനും നിങ്ങൾക്ക് അവസരം ഉണ്ടാകും. ഇനി സാമ്പത്തിക നേട്ടങ്ങൾ, അതായത് കൃഷി, ദ്രവരൂപത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, അതായത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പാല്, എണ്ണ, തൈര്, അങ്ങനെയൊക്കെയുള്ള ദ്രവ്യങ്ങൾ, അതുമായിട്ടൊക്കെയുള്ള ബിസിനസ്, അതുപോലെ ജലസംബന്ധമായിട്ടുള്ള ബിസിനസ്സുകൾ, ഇതിൽ നിന്നൊക്കെ സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. പുതിയ വരുമാന സ്രോതസ്സുകൾ ഈ ഒരു സമയം ആവിർഭവിക്കും. ഇനി മറ്റൊന്ന്, പൊതുജനങ്ങളുമായുള്ള നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടും എന്നുള്ളതാണ്. സമൂഹത്തിൽ അംഗീകാരങ്ങൾ ലഭിക്കും. പിന്നെ സംഗീതം, നൃത്തം, ചിത്രരചന തുടങ്ങി കലാപരമായ കഴിവുകൾ വികസിപ്പിക്കാനും അതിൽ വിജയം നേടാനും ഈ ദശ നിങ്ങളെ സഹായിക്കും. ഈ കുടുംബജീവിതത്തിൽ സന്തോഷവും ഐക്യവും ഈ ഒരു സമയം വർദ്ധിക്കും. വിവാഹം, കുട്ടികളുടെ ജനനം തുടങ്ങിയ ശുഭകാര്യങ്ങൾ, മംഗളകാര്യങ്ങൾ ഈ ഒരു സമയം നടക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പറയുന്നത് ചന്ദ്രദശയിലാണ്. ഇനി ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, ചന്ദ്രദശ അല്ലെങ്കിൽ മറ്റേത് ദശയായിരുന്നാലും അതിൽ തന്നെ അന്തർദശകളും നടക്കും. അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റേതെങ്കിലും ഒരു ദശയിൽ ചന്ദ്രൻ അപഹരിക്കുകയാണ്, അല്ലെങ്കിൽ ചന്ദ്രൻ്റെ അപഹാരം വരുമ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നടക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ശുഭഫലങ്ങൾ എന്ന് പറയുന്നത്. ഇനി ചില ദോഷങ്ങളുണ്ട് കേട്ടോ. ചന്ദ്രന് ജാതകത്തിൽ ബലമില്ലെങ്കിൽ മനസ്സിന് ചില ചാഞ്ചാട്ടവും ചാഞ്ചല്യങ്ങളൊക്കെ ഉണ്ടാകാം. പെട്ടെന്ന് മൂഡ് ഓഫ് ഉണ്ടാകാം, തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം, ആശയക്കുഴപ്പങ്ങളുണ്ടാകാം. പിന്നെ ജലദോഷം, ചുമ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, ദഹന സംബന്ധമായ അസുഖങ്ങൾ, മാനസിക പിരിമുറുക്കം, തണുപ്പ് സംബന്ധമായ അസുഖങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ പ്രതിരോധിക്കുക, അല്ലെങ്കിൽ ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടായാൽ നമ്മൾ തുടക്കത്തിൽ തന്നെ ചികിത്സ കൊടുക്കുക. പിന്നെ അമ്മയുടെ ആരോഗ്യത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അമ്മയുമായിട്ട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. യാത്രകളിൽ അപ്രതീക്ഷിത തടസ്സങ്ങൾ ഉണ്ടാകാം. അതുപോലെ ചില അപകടങ്ങൾ, ഉദ്ദേശിച്ച ഫലം നമുക്ക് പല കാര്യങ്ങളിലും ലഭിക്കാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഉണ്ടാകാം. പിന്നെ ഈ ഊഹക്കച്ചവടങ്ങളിൽ നിന്നും അശ്രദ്ധപരമായിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്നുമൊക്കെ സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടാകാം. ചെറിയ കാര്യങ്ങൾക്ക് പോലും അമിതമായിട്ട് പ്രതികരിക്കുക, വിഷാദരോഗം, ഭയം, ഉത്കണ്ഠ, ഇതും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ മാനസികമായ സംഘർഷം കാരണം ഉറക്കമില്ലായ്മ ഈ ഒരു കാലയളവിൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഈ ചന്ദ്രദശ വന്നു കഴിഞ്ഞാൽ വൈകി ഉറങ്ങുന്ന ശീലം നിങ്ങൾക്ക് ഉടലെടുക്കും. അതിലൂടെ ഉറക്കക്കുറവുണ്ടാകും, കുറച്ച് എനർജി ലോസ്. അതുകൊണ്ട് തന്നെ ദിവസം മുഴുവൻ നമുക്ക് അനുഭവപ്പെടും. ഒരു ഊർജ്ജം ഉണ്ടാവില്ല, ഒരു ഓജസ് ഉണ്ടാവില്ല, പല കാര്യങ്ങളിലും ഒരു താല്പര്യം ഉണ്ടാവില്ല.
അപ്പോൾ ഇതൊക്കെ ചില ദോഷപ്രദമായ അനുഭവങ്ങൾ ഈ ചന്ദ്രൻ നമുക്ക് സമ്മാനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ദോഷങ്ങൾ കുറയ്ക്കുന്നതിനും ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. ഒന്ന്, ദേവീ ഭജനമാണ്. അത് ദുർഗാദേവി, മഹാലക്ഷ്മി, പാർവതി തുടങ്ങിയ ദേവിമാരെ ഭജിക്കുന്നത് ചന്ദ്രദോഷം കുറയ്ക്കുന്നതിന് ഉത്തമ പരിഹാരമാണ്. ഇനി മറ്റൊന്ന് ശിവഭജനമാണ്. തിങ്കൾ കലയെ ധരിച്ചിരിക്കുന്ന ഭഗവാനാണല്ലേ, ദേവിമാരും ധരിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ദേവി ഭജനം വേണമെന്ന് പറഞ്ഞത്. അതുപോലെ ശിവഭജനം ചന്ദ്രദോഷത്തെ കുറയ്ക്കുന്നതിന് ഈ ശിവഭജനം സഹായിക്കും. നവഗ്രഹങ്ങളിൽ ചന്ദ്രനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രം അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ചന്ദ്രന് വേണ്ടുന്ന ആരാധന നിങ്ങൾ കൊടുക്കുക. തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് ഐശ്വര്യപ്രദമാണ്. അതുപോലെ ഈ അരി, പാല്, വെളുത്ത വസ്ത്രങ്ങൾ, വെള്ളി ഇത് ദാനം ചെയ്യുന്നതും ഐശ്വര്യപ്രദമാണ്. അനാഥാലയങ്ങളിലോ വൃദ്ധസദനങ്ങളിലോ സഹായം നൽകുന്നതും നിങ്ങൾക്ക് അത് നേട്ടം നേടിത്തരും. പിന്നെ തിങ്കളാഴ്ച ദിവസം അല്ലെങ്കിൽ പൊതുവിൽ ഈ ചന്ദ്രദശാ കാലയളവിൽ വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഐശ്വര്യപ്രദമാണ്. അതുപോലെ മുത്ത് ധരിക്കുന്നതും ഐശ്വര്യപ്രദമാണ്. പൂർണ്ണചന്ദ്രൻ്റെ വെളിച്ചത്തിൽ ധ്യാനിക്കുന്നത് ഐശ്വര്യപ്രദമാണ്. അതുപോലെ അമ്മയെ പരിചരിക്കുക, അമ്മയോടുള്ള ബഹുമാനം നിങ്ങൾ പുലർത്തുക. ഇതൊക്കെ ഈ ചന്ദ്രദശയിൽ ജീവിതത്തെ തിരിച്ചു പിടിക്കുന്നതിനും ഐശ്വര്യം മാത്രം വർദ്ധിക്കുന്നതിനും നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. അടുത്തത് നമ്മൾ മനസ്സിലാക്കുന്നത് ചൊവ്വാദശയാണ്. ചൊവ്വാദശയും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദശ തന്നെയാണ്. ചൊവ്വാദശയുടെ പൊതുവായ ഫലങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പൊതുവിൽ നമ്മൾ പറഞ്ഞു, ജാതകത്തിൽ ഒരു ഗ്രഹത്തിൻ്റെ സ്ഥാനവും സ്ഥിതിയും യോഗവും മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊക്കെ പരിശോധിച്ചിട്ടാണ് നമുക്ക് ഫലം പ്രവചിക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ പൊതുവായിട്ടുള്ള ഫലമാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഊർജം, ധൈര്യം, സാഹസികത, മത്സരം, ആക്രമണ സ്വഭാവം, നേതൃത്വ ഗുണം ഇതിൻ്റെയൊക്കെ കാരകത്വം നമ്മൾ കണക്കാക്കുന്നത് ചൊവ്വ എന്ന ഗ്രഹത്തെ വെച്ചുകൊണ്ടാണ്. ചൊവ്വാദശ 7 വർഷമാണ് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ സ്വാധീനം ചെലുത്തുക. ജാതകത്തിൽ ചൊവ്വയുടെ സ്ഥാനവും ബലവും മറ്റ് ഗ്രഹങ്ങളുമായിട്ടൊക്കെയുള്ള ബന്ധം ഇതനുസരിച്ച് ഈ ഒരു ദിശയിൽ ഞാൻ ഈ പറയുന്ന ഗുണത്തിലായിരുന്നാലും ദോഷത്തിലായിരുന്നാലും വ്യത്യാസങ്ങൾ വരാം. ഒന്നാമതായിട്ട് ചൊവ്വാദശയിൽ വ്യക്തികൾക്ക് ഉയർന്ന ഊർജ്ജസ്വലതയും ധൈര്യവും ആത്മവിശ്വാസവും ലഭിക്കും എന്നുള്ളതാണ്. ഏതൊരു പുതിയ വെല്ലുവിളി ഏറ്റെടുക്കാനും സംരംഭങ്ങൾ ആരംഭിക്കുവാനും നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ സാധിക്കും എന്നുള്ളതാണ്. ഇനി 2, നേതൃത്വപരമായ കഴിവുകൾ വർദ്ധിക്കും. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കൂടുതൽ ദൃഢത കാണിക്കും. സൈനികം, പോലീസ്, എഞ്ചിനീയറിംഗ്, ശസ്ത്രക്രിയ തുടങ്ങിയ മേഖലകളിൽ ശോഭിക്കുവാൻ ഒക്കെ സാധ്യതകൾ ഈ ഒരു കാലയളവിലുണ്ട്. ഇനി സാങ്കേതികപരമായ കാര്യങ്ങളിൽ, യന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കഴിവും താല്പര്യവും വർദ്ധിക്കും. ഇനി മറ്റൊന്ന്, ഭൂമി, വീട്, അതുപോലെ മറ്റ് സ്ഥാവര വസ്തുക്കൾ ഇവയൊക്കെ വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ അനുകൂലമായ സമയമായിരിക്കും. മത്സരങ്ങളിലും തർക്കങ്ങളിലും വിജയിക്കാനുള്ള സാധ്യതയും ഈ ഒരു സമയം കൂടുതലാണ്. ഇനി ഒന്ന് പറയുന്നത്, കാര്യങ്ങൾ വേഗത്തിൽ നടപ്പിൽ വരുത്തുവാനും ജീവിതത്തിൽ പെട്ടെന്നുള്ള പുരോഗതി നേടുവാനും ഈ ഒരു ദശ സഹായിക്കും എന്നുള്ളതാണ്. എന്നാൽ ഈ ദശയ്ക്ക് ചില പോരായ്മകളും ദോഷങ്ങളും ഉണ്ട്. ഒന്നാമതായിട്ട് അമിതമായ എടുത്തുചാട്ടം അല്ലെങ്കിൽ കോപം, ദേഷ്യം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് വരിക, ഇതൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാം. ഇനി ചില അപകടങ്ങൾ, മുറിവുകൾ, തീപ്പൊള്ളൽ, ശസ്ത്രക്രിയകൾ എന്നിവയ്ക്ക് സാധ്യതകളുണ്ട്. ഇവയ്ക്ക് വിധേയമാകാം. പ്രത്യേകിച്ച് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി സഹോദരങ്ങളുമായും പങ്കാളിയൊക്കെ ആയിട്ട് പലവിധ തർക്കങ്ങളും വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവാഹ ജീവിതത്തിലും ചില പ്രശ്നങ്ങളും സെപ്പറേഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞ് അതിനെതിരെ പോരാടുക എന്നുള്ളതാണ്. ഇനി രക്തസമ്മർദ്ദം, രക്തക്കുറവ്, പനി, വീക്കം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ഒരു കാലയളവിൽ ചൊവ്വയുടെ ദശാകാലയളവിൽ അല്ലെങ്കിൽ അപഹാര കാലയളവിൽ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ കടം വർദ്ധിക്കാൻ
കാരണമാകും. സ്വത്ത് തർക്കങ്ങളിലേക്ക് ബന്ധുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പല തർക്കങ്ങളും ഈ ഒരു കാലയളവിൽ ഉണ്ടാകാം. ഇനി ഇതിന് ചില പരിഹാരങ്ങളും പറയുന്നുണ്ട്. ഒന്ന്, സുബ്രഹ്മണ്യ സ്വാമി, ഭദ്രകാളി, ഹനുമാൻ ഇവരെ ഭജിക്കുന്നത് ചൊവ്വാദോഷം കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. ഈ നവഗ്രഹ ക്ഷേത്രത്തിൽ ചൊവ്വയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേക പൂജകൾ, വഴിപാടുകൾ, അർച്ചനകൾ, അതുപോലെ രക്തപുഷ്പാഞ്ജലി, കുങ്കുമാർച്ചന ഇതൊക്കെ നടത്തുക എന്നുള്ളതാണ്. ഈ ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഏറ്റവും അനുയോജ്യമാണ്. ഇനി ചുവന്ന വസ്ത്രങ്ങൾ, ചുവന്ന ചെറുപയറ്, ശർക്കര, രക്തചന്ദനം ഇത് ദാനം ചെയ്യുന്നത്, മറ്റൊരാൾക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്നതും ഈ ചൊവ്വ ദോഷശാന്തിക്ക് ഉത്തമമാണ്. ഈ ചെമ്പവിഴം ധരിക്കുന്നതും രത്നധാരണങ്ങളിൽ ചൊവ്വയുടെ ശക്തി വർദ്ധിപ്പിക്കാനും അതിലൂടെ ഐശ്വര്യം നേടാനും ഉള്ളൊരു വഴിയാണ്. പിന്നെ നമ്മൾ പൊതുവിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദേഷ്യം നിയന്ത്രിക്കുക, വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധ പുലർത്തുക, ക്ഷമ ശീലിക്കുക, സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക, ഇതൊക്കെയാണ്. അപ്പോൾ ഇക്കാര്യങ്ങൾ നമ്മൾ ബോധപൂർവം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏത് ദശയായിരുന്നാലും നമുക്ക് നേട്ടവും ഗുണവും തന്നെ ഉണ്ടാകും എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. ഇനി അടുത്തത് രാഹുദശയാണ്. രാഹുദശയും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താറുണ്ട്. കാരണം 18 വർഷമാണ് രാഹു നീണ്ടു നിൽക്കുന്നത്. കേതുവിനെ പോലെ രാഹുവും ഒരു നിഴൽ ഗ്രഹമാണ്. അതുപോലെ ആഗ്രഹം, മോഹം, വിദേശയാത്രകൾ, പെട്ടെന്നുള്ള മാറ്റം, വ്യാമോഹം, തട്ടിപ്പ്, അപ്രതീക്ഷിത സംഭവങ്ങൾ ഇവയുമായിട്ടൊക്കെ രാഹു ബന്ധപ്പെട്ടിരിക്കുകയാണ്. ജാതകത്തിൽ രാഹുവിൻ്റെ സ്ഥാനം, ബലം, മറ്റ് ഗ്രഹങ്ങളുമായുള്ള ബന്ധം ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്ന ഫലത്തിൽ ചില വ്യത്യാസങ്ങളൊക്കെ വരുന്നതാണ്. ഈ രാഹുദശയിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും അപ്രതീക്ഷിത സംഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് നല്ലതുമായിരിക്കാം, ചീത്തയുമാകാം. അതിലാദ്യം ഗുണങ്ങളാണ്. ഈ ഗുണങ്ങൾ ജാതകത്തിൽ രാഹു അനുകൂലമാണ് എന്നുണ്ടെങ്കിൽ ആണ്. അപ്രതീക്ഷിത നേട്ടങ്ങൾ, പെട്ടെന്നുള്ള ധനലാഭം നമുക്കുണ്ടാകും. ഭാഗ്യം, ലോട്ടറി സൗഭാഗ്യം, ഓഹരി വിപണിയിലെ നേട്ടങ്ങൾ, ഇതൊക്കെ നമുക്ക് ഈ രാഹുദശയിൽ കൈവരുന്ന നേട്ടങ്ങളാണ്. അതുപോലെ സാമൂഹികമായോ ഔദ്യോഗികമായോ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യത. രാഷ്ട്രീയക്കാർക്ക് വളരെ അനുകൂലമായ ഒരു ദശയാണ്. അതുപോലെ ഈ രാഹു ജാതകത്തിൽ അനുകൂലമാണ് എന്നുണ്ടെങ്കിൽ ഈ നിങ്ങൾ ചിലരെ കണ്ടിട്ടില്ലേ, വളരെ പെട്ടെന്ന് വൈറലാവുക, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് അവർക്ക് എന്തെന്നില്ലാത്ത ഒരു പ്രസിദ്ധി. ഒരു പക്ഷേ അത് മറ്റുള്ളവർക്ക് മോശമായിട്ട് തോന്നാം, പക്ഷേ ചിലർക്ക് അത്തരത്തിൽ പ്രസിദ്ധി കൈവരുന്നത് ഇതുപോലെ രാഹുവിൻ്റെ അപഹാരകാലത്തോ അല്ലെങ്കിൽ രാഹുദശാ കാലഘട്ടത്തിലോ ഒക്കെയാണ്. പിന്നെ വിദേശത്ത് പോകാനും അവിടെ സ്ഥിരതാമസം ഉറപ്പിക്കാനും ഒക്കെ സാധ്യത. വിദേശത്തു നിന്നുള്ള വരുമാനം വർദ്ധിക്കാം. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ വിഷയങ്ങളിൽ പഠനം നടത്താനും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും ഒക്കെ ഈ ഒരു സമയം താല്പര്യം കാണിക്കും. രാഷ്ട്രീയം, മാധ്യമപ്രവർത്തനം, നയതന്ത്രം തുടങ്ങിയ മേഖലകളിൽ ഈ ഒരു കാലയളവിൽ വിജയിക്കും. ചില അമാനുഷിക കഴിവുകളോ അസാധാരണമായ ഉൾക്കാഴ്ചയോ ഈ ഒരു സമയം വർദ്ധിക്കാം. കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാനും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെയുള്ള ഒരു ആത്മവിശ്വാസം ഈ ഒരു സമയം ഉണ്ടാകും. എന്നാൽ ഇതിന് ചില ദോഷങ്ങളുമുണ്ട്. ഒന്ന്, ഭൗതികമായ ആഗ്രഹങ്ങൾ വർദ്ധിക്കുകയും അവ നേടാൻ ഏതറ്റം വരെ പോവുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത് പലപ്പോഴും അധാർമികമായ ചില പ്രവൃത്തികളിലേക്ക് വ്യക്തിയെ നയിക്കാൻ കാരണമാകും. അതുപോലെ ഉത്കണ്ഠ, ഭയം, അനാവശ്യ ചിന്തകൾ, ഉറക്കമില്ലായ്മ, മനോവിഭ്രാന്തി ഇതൊക്കെ ഈ ഒരു സമയം ഉണ്ടാകാം. തെറ്റിദ്ധാരണകൾ നിമിത്തം ബന്ധങ്ങൾ തകരാം. ഇനി നാഡീ സംബന്ധമായ അസുഖങ്ങൾ, അലർജി, വിഷബാധ, അപ്രതീക്ഷിത രോഗം, ദുരൂഹമായ അസുഖങ്ങൾ ഇതൊക്കെ ഈ ഒരു സമയം ഉണ്ടാകും. ചതിക്കുഴികളിൽ ചെന്ന് വീഴുക, സാമ്പത്തികമായോ വ്യക്തിപരമായോ വഞ്ചിക്കപ്പെടുക, കുടുംബാംഗങ്ങളുമായി വഴക്കുകളും സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടാകുക, പെട്ടെന്നുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ, ജോലി നഷ്ടപ്പെടൽ, നിയമപരമായ പ്രശ്നങ്ങൾ ഇതൊക്കെ ഈ ഒരു സമയം ഉണ്ടാകാം. മദ്യപാനം, മയക്കുമരുന്ന് പോലുള്ള ദുശീലങ്ങളിലേക്കും വ്യക്തികൾ ചെന്ന് വീഴാം. അപ്പോൾ ഇതിനെ ചില പരിഹാരങ്ങൾ കൊണ്ട് തടുക്കുവാൻ സാധിക്കും.
അതിലൊന്ന് ദുർഗാദേവിയെയും ഭദ്രകാളിയെയും ഭജിക്കുന്നത് രാഹുദോഷം കുറയ്ക്കാൻ സഹായിക്കും. മറ്റൊന്ന് ഗണപതിയെ ഭജിക്കുക എന്നുള്ളതാണ്. അതിനോടൊപ്പം ശിവനെ ഭജിക്കുക. ശിവനും ഗണപതിയും നാഗങ്ങളെ അടക്കിയവരാണ്. ഇനി അതുപോലെ നാഗപ്രീതി വരുത്തുക എന്നുള്ളതാണ്. നാഗക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുക. സർപ്പദോഷങ്ങൾ നീക്കി രാഹുവിൻ്റെ ദോഷങ്ങൾ നിങ്ങൾക്ക് ആ രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. ഇനി കറുത്ത വസ്ത്രങ്ങൾ, എള്ള്, ഉഴുന്ന്, കമ്പിളി, അതുപോലെ പുതപ്പ് ഇത് ദാനം ചെയ്യുന്നതും ഭിന്നശേഷിക്കാർക്ക് സഹായങ്ങൾ നൽകുന്നതും രാഹുദോഷത്തെ ശമിപ്പിക്കും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശുചിത്വം പാലിക്കുക, ദുശീലങ്ങൾ ഒഴിവാക്കുക, ചതിക്കുഴികളിൽ നിന്നും ദുഷ്ടസംഘങ്ങളിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുക. അപ്പം ഇക്കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഗോമേതകം ധരിക്കുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണ്. അടുത്തത് നമ്മൾ വ്യാഴദശയെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. വ്യാഴദശ വളരെ പ്രധാനപ്പെട്ടൊരു ദശയാണ്. ജ്യോതിഷത്തിൽ ദേവഗുരു അല്ലെങ്കിൽ ഗുരു എന്നാണ് വ്യാഴത്തെ വിളിക്കുന്നത്. ജ്ഞാനം, ധനം, ഭാഗ്യം, ആത്മീയത, കുട്ടികൾ, വിവാഹം, നല്ല കാര്യങ്ങൾ ഇവയുടെ കാരകത്വം വഹിക്കുന്നത് വ്യാഴമാണ്. വ്യാഴദശയിൽ സാധാരണയായിട്ട് ശുഭകരമായ ഫലങ്ങളാണ് കൂടുതലായി ഉണ്ടാകുന്നത്. 16 വർഷമാണ് ഈ ദശയിൽ പൊതുവെ നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നത്. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥാനം, ബലം, അതുപോലെ മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഇതൊക്കെ വെച്ചിട്ട് ചില മാറ്റങ്ങളും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. ഒന്നാമതായിട്ട് സാമ്പത്തികമായ അഭിവൃദ്ധിയാണ്. അതായത് ധനപരമായിട്ട് വലിയൊരു പുരോഗതി ഉണ്ടാകുക, പുതിയ വരുമാന മാർഗങ്ങൾ നിരവധി തുറക്കപ്പെടുക, സമ്പത്ത് ഇങ്ങനെ നമ്മിൽ തന്നെ കുന്നുകൂടുക, കടബാധ്യതകളിൽ നിന്ന് മോചിതനാകുക, അതുപോലെ ഉന്നത വിദ്യാഭ്യാസം നേടാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ഈ ഒരു ദശ അനുകൂലമാണ്. ജ്ഞാനം വർദ്ധിക്കുകയും ആത്മീയ കാര്യത്തിൽ താല്പര്യം കൂടുകയും ഒക്കെ ചെയ്യും. വിവാഹം നടക്കും, കുട്ടികളുണ്ടാകും, കുടുംബത്തിൽ സന്തോഷം, ഐശ്വര്യം ഇത് വർദ്ധിക്കും, ദാമ്പത്യ ബന്ധം ശക്തമാകും, പൊതുവെ ആരോഗ്യം മെച്ചപ്പെടും, രോഗങ്ങളിൽ നിന്ന് മുക്തിയും മോചനവും നേടുവാൻ സാധിക്കും, സമൂഹത്തിൽ ബഹുമാനവും അംഗീകാരവും ലഭിക്കും, നേതൃത്വപരമായ സ്ഥാനത്ത് എത്താനും പൊതുപ്രവർത്തനത്തിൽ ശോഭിക്കാനും സാധിക്കും. പൊതുവെ ഭാഗ്യം കൂടെ നിൽക്കുന്ന ഒരു സമയമായിരിക്കും. ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ജീവിതത്തോടൊരു നല്ല സമീപനം ഉണ്ടാകും. പ്രതിസന്ധികളെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നേരിടാൻ സാധിക്കും. എന്നാൽ വ്യാഴം ഒരു ശുഭഗ്രഹമായതുകൊണ്ട് സാധാരണ വലിയ ദോഷങ്ങളൊന്നും ഈ ഒരു സമയം ഉണ്ടാകാറില്ല. പക്ഷെ ജാതകത്തിൽ വ്യാഴം ദുർബലനാണെങ്കിൽ, നീചത്തിലാണെങ്കിൽ, ശത്രുക്ഷേത്രത്തിൽ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചില ദോഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഒന്ന്, ചിലപ്പോൾ അമിതമായ ആത്മവിശ്വാസം കാരണം തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. ധനം വർദ്ധിക്കുമ്പോൾ അമിതമായ പണം ചെലവഴിക്കുന്ന ഒരു പ്രവണത നമ്മളെ ധൂർത്തിലൂടെ ദരിദ്രനാക്കി മാറ്റാൻ സാധ്യതയുണ്ട്. അതുപോലെ അമിതവണ്ണം, വ്യാഴം ശരീരത്തിൽ കൊഴുപ്പിനെ സ്വാധീനിക്കും എന്നുള്ളതിനാൽ അമിതവണ്ണം, പ്രമേഹം, കൊളസ്ട്രോൾ അങ്ങനെയൊക്കെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ ഒരു കാലയളവ് കാരണമായി തീരാൻ സാധ്യതയുള്ളത് നിങ്ങൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ട് വ്യായാമവും നിയന്ത്രണവും കൊണ്ടുവരിക. ഈ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുമെന്ന അമിത പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് ഈ ഒരു സമയം നിരാശയ്ക്ക് വഴിവെക്കും. അപൂർവമായിട്ട് മാത്രം സാമ്പത്തിക കാര്യത്തിലോ ഭൂമി സംബന്ധമായ കാര്യത്തിലോ നിയമപരമായ തർക്കങ്ങൾ ഈ ഒരു സമയം ഉണ്ടാകാനും ഇടയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഗുണം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ദോഷങ്ങൾ അകലാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, വ്യാഴത്തിൻ്റെ അധിപൻ മഹാവിഷ്ണു ആയതുകൊണ്ട് തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വിഷ്ണു ക്ഷേത്രങ്ങൾ സന്ദർശനം നടത്തുക, തുളസിമാല സമർപ്പിക്കുക, പാൽപായസം ഭഗവാന് നിവേദിക്കുക, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ എന്നിവരെ ഭജിക്കുക. ശിവന്റെ ജ്ഞാനരൂപമായ ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് വ്യാഴദശയിലെ സർവദോഷത്തെയും ഹനിച്ച് ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കും. ഇനി നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ വ്യാഴത്തിന് വേണ്ടുന്ന പൂജകളും വഴിപാടുകളും ചെയ്യുക. വ്യാഴാഴ്ച വ്രതം എടുത്തുകൊണ്ട് നിങ്ങൾ വ്യാഴദോഷം അകലുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതേ ദിവസം മഞ്ഞ വസ്ത്രം ധരിക്കുക. മഞ്ഞൾ, കടല, നെയ്യ് ഇവ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. സന്യാസി വര്യന്മാർക്ക്, ആത്മീയ ആചാര്യന്മാർക്ക്, ഗുരുക്കന്മാർക്ക് ഇവർക്കൊക്കെ തന്നെ ആഹാരം നൽകുകയോ അവരെ സഹായിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഉത്തമമാണ്. ഇനി മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ, അതുപോലെ മഞ്ഞൾ
സ്വർണം, മഞ്ഞ വസ്ത്രങ്ങൾ, പുസ്തകങ്ങൾ, ധാന്യങ്ങൾ ഇവ ദാനം ചെയ്യുക. അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലും കഴിയുന്നത് പോലെ നിങ്ങൾ സഹായങ്ങൾ എത്തിക്കുക. ഈ പുഷ്യരാഗം ധരിക്കുന്നതും വ്യാഴദോഷത്തെ കുറയ്ക്കുന്നതിന് സഹായിക്കുകയും നല്ല ഫലങ്ങളെ നിങ്ങൾക്ക് ഉള്ളിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കരികിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗുരുക്കന്മാരെയും മുതിർന്നവരെയും നിങ്ങൾ ബഹുമാനിക്കുക. സത്യസന്ധതയും ധാർമ്മികമായ മൂല്യവും ഉയർത്തിപ്പിടിക്കുക. ശുഭാപ്തി വിശ്വാസത്തോടെയും ദാനശീലത്തോടെയും ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കും. വ്യാഴത്തിൻ്റെ അനുകൂലമായ ദൃഷ്ടി നിങ്ങളിൽ വർദ്ധിക്കും. അടുത്തതായിട്ട് നമ്മൾ ശനിദശയാണ് മനസ്സിലാക്കുന്നത്. ശനിദശ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ദശയാണ്. 19 വർഷമാണ് ശനി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നീണ്ടു നിൽക്കുന്നത്. ശനി കർമ്മഫലദാതാവാണ്. അതുകൊണ്ട് തന്നെ ഈ ദശയിൽ ഒരാളുടെ കഴിഞ്ഞ കാലത്തെ ദാനധർമ്മത്തിൻ്റെയും അല്ലെങ്കിൽ ജീവിത രീതിയുടെയൊക്കെ ഫലമായുള്ള കർമ്മത്തിൻ്റെ ആ ഒരു ഫലമാണ് നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ അനുഭവിക്കുവാൻ സാധിക്കുക. ശനിയെ സാധാരണയായിട്ടൊരു കണിശക്കാരനായ കർക്കശക്കാരനായ ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. കഠിനാധ്വാനം, അച്ചടക്കം, ക്ഷമ, യാഥാർത്ഥ്യബോധം എന്നിവയുമായി ബന്ധപ്പെട്ട ഫലങ്ങളാണ് ശനി നൽകുന്നത്. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ശനിയുടെ സ്ഥാനം, ബലം, മറ്റ് ഗ്രഹങ്ങളുമായുള്ള ബന്ധമൊക്കെ ഇതനുസരിച്ച് ജീവിതത്തിൽ പല മാറ്റങ്ങളും അല്ലെങ്കിൽ ഈ ഫലത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകാം. പ്രത്യേകിച്ച് ശനി ഒരാളുടെ ജാതകത്തിൽ നല്ല ബലവാനാണ്, ശുഭസ്ഥാനത്താണ് എങ്കിൽ ചില ഗുണങ്ങൾ ശനി സമ്മാനിക്കും. ഒന്ന്, അച്ചടക്കവും സ്ഥിരതയുമാണ്. ഈ ഒരു ദശയിൽ ഒരാൾക്ക് അച്ചടക്കവും കഠിനാധ്വാനവും വർദ്ധിക്കും. ഇത് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാൻ ആ വ്യക്തിയെ സഹായിക്കും. ചെയ്യുന്ന കാര്യങ്ങളിൽ സ്ഥിരതയും ഉറപ്പും ഉണ്ടാകും. ഈ ഒരു സമയം അയാളുടെ കൈകളിലേക്ക് വരുന്ന പണത്തിനായിരുന്നാൽ പോലും ഒരു സ്ഥിരത, ജീവിതകാലം മുഴുവൻ ആ ഒരു പണം അയാളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ ദോഷമാണ്, അയാളുടെ ശരീരത്തിൽ ചെറിയൊരു മുറിവ് സംഭവിച്ചാൽ പോലും അതിൻ്റെ പാട് ജീവിതാവസാനം വരെ ഉണ്ടാകും. ലഭിക്കുന്ന പണം ജീവിതാവസാനം വരെ ഉണ്ടാകും. ഇനി ജീവിതത്തെക്കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാട് ആ ഒരു വ്യക്തിക്കുണ്ടാകും. അനാവശ്യമായ പ്രതീക്ഷകൾ ഒഴിവാക്കി യാഥാർത്ഥ്യത്തെ നേടാനുള്ളൊരു കഴിവ് ആ ഒരു വ്യക്തിക്ക് വർദ്ധിക്കും. ഇനി കഠിനാധ്വാനത്തിലൂടെയും ക്ഷമയിലൂടെയും സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾ ഈ ദശയിൽ ഗുണകരമാകും. സാമൂഹികമായ നിലയും വിലയും വർദ്ധിക്കും. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ ലഭിക്കും. ഭൗതികമായ കാര്യങ്ങളുള്ള ആസക്തി കുറയും. ആത്മീയ കാര്യത്തിൽ താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും. അതുപോലെ വീട്, ഭൂമി, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ ഇവ സ്വന്തമാക്കാൻ ഈ ഒരു ദശയിൽ ഈ ഒരു വ്യക്തിക്ക് സാധ്യതയുണ്ട്. ഈ ഒരു ദശയിൽ എന്ത് ഗുണം കിട്ടിയാലും എന്ത് ദോഷം കിട്ടിയാലും അത് ജീവിതാവസാനം വരെ ഉണ്ടാകും എന്നുള്ളതാണ് ശനിദശയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് നമ്മുടെ മുൻ കാലയളവിൽ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടുന്ന ദശയാണ് ശനിദശ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശനിദശയിൽ നമുക്കുണ്ടാകുന്ന ചില ദോഷങ്ങളുണ്ട് കേട്ടോ. അതിലൊന്ന്, ചെയ്യുന്ന കാര്യങ്ങളിൽ അമിതമായ കാലതാമസം നേരിടാം. അതുപോലെ എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ നടക്കാതെ വരുന്നൊരു അവസ്ഥയും ഉണ്ടാകാം. ജീവിതത്തിൽ നിരന്തരമായ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓരോ കാര്യത്തിലും അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശ്രമം നിങ്ങൾ ചെലുത്തുക എന്നുള്ളതാണ്. ഇനി സന്ധിവേദന, എല്ല് രോഗങ്ങൾ, ദഹന പ്രശ്നങ്ങൾ, വിട്ടുമാറാത്ത രോഗം, ക്ഷീണം ഇവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ വിഷാദ രോഗങ്ങൾ ഉണ്ടാകാം, കടബാധ്യതകൾ ഉണ്ടാകാം, വരുമാനത്തിൽ കുറവുണ്ടാകാം. ഇതൊക്കെ സംഭവിക്കാം. അതുപോലെ കുടുംബ അംഗങ്ങളിലും സുഹൃത്തുക്കളിലും തെറ്റിദ്ധാരണ, അകൽച്ച, പങ്കാളിയുമായുള്ള ബന്ധത്തിൽ തകർച്ച, ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു ദശ കൈകാര്യം ചെയ്യുവാനാണ്. പിന്നെ അമിതമായ ഉത്കണ്ഠയും ഭയവും ഒറ്റപ്പെടലും വിഷാദവും മാനസികമായ പിരിമുറുക്കത്തിന് വഴിവെക്കാം. പിന്നെ ചില അപവാദങ്ങളും കോടതി വ്യവഹാരങ്ങളിലേക്ക് ഇടപെടാനൊക്കെയുള്ള സാധ്യതകൾ ഈ ഒരു കാലയളവിൽ ഉണ്ടാകാം. അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എന്നാൽ ഈ ദോഷത്തെ പരിപൂർണമായി കുറയ്ക്കുന്നതിനും ശുഭഫലങ്ങൾ വർദ്ധിക്കുന്നതിനും ചില പ്രത്യേക രീതികളുണ്ട്, അല്ലെങ്കിൽ ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ശനീശ്വരനെ ഭജിക്കുന്നത് ഈ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ശനിയാഴ്ചകളിൽ ശനീശ്വര ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ എള്ളുതിരി കത്തിക്കുക, നീലവസ്ത്രം ശനിയാഴ്ച ദിവസം ധരിക്കുക, ശനി സ്തോത്രങ്ങൾ ചൊല്ലുക, അതുപോലെ തന്നെ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം തെളിക്കുക,
ശനിയാഴ്ച ദിവസം തന്നെ ഹനുമാൻ സ്വാമി ക്ഷേത്രം സന്ദർശനം ചെയ്യുക, ഹനുമാന് എള്ളുതിരി കത്തിക്കുക, നീരാഞ്ജനം കൊളുത്തുക, ഇതൊക്കെ ശുഭപ്രദമാണ്. അതുപോലെ ശിവനെയും പ്രാർത്ഥിക്കുന്നത് ശനിദോഷം കുറയ്ക്കാൻ സഹായിക്കും. ശനിദേവൻ ശിവന്റെയും ഹനുമാന്റെയും അയ്യപ്പന്റെയും ഭക്തനാണ്. അതുകൊണ്ട് ഇവരെ മുറുകെ പിടിക്കുന്നത് ശനിദോഷം കുറയ്ക്കുന്നതിന് സഹായിക്കും. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതും ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് വഴിവെക്കും. ഇനി എള്ള്, എണ്ണ, കരിമ്പടം, ഇരുമ്പ്, നീലവസ്ത്രം ഇത് ദാനം ചെയ്യുന്നത് ശനിദോഷത്തെ കുറയ്ക്കും. അശരണർക്കും വൃദ്ധർക്കും ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവർക്ക്, പ്രത്യേകിച്ച് കാല് സംബന്ധമായിട്ട് പ്രശ്നമുള്ളവർക്ക്, തൊഴിലാളികൾക്ക് സഹായം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉത്തമമാണ്. ഭിക്ഷക്കാർക്ക് ഭക്ഷണം വാങ്ങി നൽകുന്നതും ശനിദോഷത്തെ പാടെ കുറയ്ക്കും. പിന്നെ ശനിയാഴ്ചകളിൽ നിങ്ങൾ വ്രതം എടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല കർമ്മങ്ങൾ ചെയ്യുക, മറ്റുള്ളവരോട് ദയയോടുകൂടി സ്നേഹത്തോടു കൂടി പെരുമാറുക. ഈ ശനിദശയിൽ ക്ഷമയോടും കഠിനാധ്വാനത്തോടും കൂടി പ്രവർത്തിച്ചാൽ നല്ല ഫലം തന്നെ ഉണ്ടാകും. പിന്നെ ആരോഗ്യകാര്യത്തിലും കൂടുതൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തി കഴിഞ്ഞാൽ ജീവിതം മനോഹരമാകും. ഇക്കാര്യം ശനിദശാ കാലയളവിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ബുധദശയിൽ എന്തൊക്കെ ഗുണങ്ങളാണ്, നേട്ടങ്ങളാണ് കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ബുധദശ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബുധൻ എന്ന് പറയുന്നത് ബുദ്ധി, ആശയവിനിമയം, വിദ്യാഭ്യാസം, വ്യാപാരം, യുക്തിചിന്ത ഇതിൻ്റെയൊക്കെ ഒരു കാരകത്വം വഹിക്കുന്ന ഗ്രഹമാണ്. ഈ ഒരു ഗ്രഹം ഭരിക്കുന്ന ആ ഒരു ദശയിൽ പൊതുവായ ചില ഗുണങ്ങളും ചില ദോഷങ്ങളും ഉണ്ടാകാം. ഈ ഗുണവും ദോഷവും എങ്ങനെയാണ് പരിശോധിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു. അത് ജാതകമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ദശയിൽ പൊതുവായിട്ട് സംഭവിക്കുവാൻ സാധ്യതയുള്ള ചില ഗുണങ്ങളും ദോഷങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഗുണമാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹനില പരിശോധിച്ചാൽ ആ ബുധൻ എന്ന് പറയുന്നത് ശുഭസ്ഥാനത്തായിരിക്കും. ബുധദശയിൽ നിങ്ങൾക്ക് വളരെയധികം തകർച്ച ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ ബുധൻ വളരെ മോശപ്പെട്ട അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കാം. പരിഹാരം ചെയ്താൽ തീർച്ചയായിട്ടും ആ ദശയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. അപ്പോൾ 17 വർഷമാണ് ഈ ബുധദശ. ഈ കാലയളവിൽ ബുധൻ്റെ സ്വാധീനം വ്യക്തികളുടെ ജീവിതത്തിൽ പ്രകടമാകും. ബുധൻ സാധാരണയായിട്ട് നല്ല ഫലങ്ങൾ നൽകുന്ന ഗ്രഹമാണെങ്കിലും ജാതകത്തിൽ ബുധൻ്റെ സ്ഥാനവും ബലവും നമ്മൾ മുന്നേ സൂചിപ്പിച്ചതുപോലെ മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനമൊക്കെ അനുസരിച്ച് വ്യത്യാസം വരാം എന്നുള്ളതാണ്. ഗുണത്തെക്കുറിച്ച് പറയുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കും. ബുധദശയിൽ വിദ്യാഭ്യാസമൊക്കെ നടത്തി കഴിഞ്ഞാൽ ആ വിദ്യാഭ്യാസം കൊണ്ട് നേട്ടം ഉണ്ടാകും. നല്ല രീതിയിൽ മാർക്കൊക്കെ കരസ്ഥമാക്കാൻ സാധിക്കും. അതിപ്പോൾ ബുധദശ തന്നെ ആവണം എന്നില്ല, ബുധൻ്റെ അപഹാരമായിരുന്നാലും മതിയാകുന്നതാണ്. പുതിയ വിഷയങ്ങൾ പഠിക്കാനും ഗവേഷണത്തിൽ ഏർപ്പെടാനും ഒക്കെ അനുകൂലമായ ഒരു സമയമാണ്. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ വർദ്ധിക്കും. പിന്നെ സംസാരശേഷി, എഴുത്ത്, പ്രഭാഷണം ഇവയൊക്കെ വർദ്ധിക്കും. ആശയങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കുവാനും മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാനും സാധിക്കും. മാധ്യമപ്രവർത്തനം, എഴുത്ത്, അധ്യാപനം ഈ മേഖലയിലൊക്കെ ശോഭിക്കാൻ സാധിക്കും. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ലാഭം നേടാൻ സാധിക്കും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാക്കും. പിന്നെ കാര്യങ്ങളെ യുക്തിപരമായി സമീപിക്കും, വിശകലനം ചെയ്യും. അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിലും നിങ്ങൾക്ക് ഈ ഒരു കാലയളവ് നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കും, നിലവിലെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തും, സാമൂഹികമായ ഇടപെടലുകൾ വർദ്ധിക്കും, സമൂഹത്തിൽ നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കും, സംഗീതം, കല ഇവയിൽ താല്പര്യം വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കഴിവുകൾ ഈ മേഖലയിൽ പ്രകടിപ്പിക്കാൻ സാധിക്കും, അംഗീകാരങ്ങൾ നേടും. കലാകാരന്മാർക്കൊക്കെ വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. പിന്നെ ചില ദോഷങ്ങൾ ഈ ഒരു ബുധദശ കാലയളവിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, അലർജി, ത്വക്ക് രോഗങ്ങൾ, ദഹന പ്രശ്നങ്ങൾ ഇത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ സംസാരത്തിൽ ചില തെറ്റിദ്ധാരണകൾ, വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുക, അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടേണ്ടി വരിക, ഇതൊക്കെ ഉണ്ടാകാം. ഇപ്പോൾ ചിലരെയൊക്കെ കണ്ടിട്ടില്ലേ, നാക്ക് പിഴവിലൂടെ സമൂഹത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ വളരെ കോലാഹലം തന്നെ ഉണ്ടാകും. പിന്നീട് അവർ ക്ഷമാപണമൊക്കെ ആയിട്ട് വരും. തെറ്റിപ്പറയുന്ന ഒരു വാചകമായിരിക്കാം വളരെ വലിയ സാമൂഹിക വിമർശനം ചില ആളുകളെ അത് വരുത്തി വയ്ക്കും. ഇപ്പം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും പലരും ഈ ചില വാക്കുകൾ അറിയാണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് വലിയ തരത്തിലുള്ള വിമർശനം ഏറ്റുവാങ്ങിയിട്ട് മാപ്പപേക്ഷയ്ക്കായിട്ട് വരുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലേ. അപ്പം അതൊക്കെ ഈ ഒരു ബുധൻ്റെ സ്വാധീനം കൊണ്ടാണ് എന്നുള്ളതാണ്. പിന്നെ ഏകാഗ്രത കുറവ്, പഠനത്തിലോ ജോലിയിലോ ഒക്കെ ഏകാഗ്രത നഷ്ടപ്പെടുക,
പിന്നെ അനാവശ്യമായ ചിന്തകൾ, ആശങ്കകൾ, ഇതൊക്കെ കാരണം മാനസിക പിരിമുറുക്കം ഉണ്ടാകുക, സാമ്പത്തിക ഇടപെടലുകളിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വഞ്ചിക്കപ്പെടുക. ഇതൊക്കെ ബുധദശ കാലയളവിൽ ഉണ്ടാകാവുന്ന നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളാണ്. ഇനി ഇതിനെ അതിജീവിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒന്ന്, വിഷ്ണു ഭജനമാണ്. ബുധൻ്റെ ദേവൻ വിഷ്ണുവാണ്. ദിവസവും വിഷ്ണു സഹസ്രനാമം നിങ്ങൾ ജപിക്കുക, ചൊല്ലുക. കഴിയാത്ത പക്ഷം ബുധനാഴ്ചയെങ്കിലും ആ ഒരു ഗ്രന്ഥം നിങ്ങൾ കൈകൊണ്ട് തൊട്ട് നിങ്ങളത് വായിക്കാം, പാരായണം ചെയ്യാം. ബുധനാഴ്ച തോറും വിഷ്ണു ക്ഷേത്രങ്ങൾ സന്ദർശനം ചെയ്യാം. പിന്നെ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ ഇവരെ ഭജിക്കുന്നത്, ഗണപതി ഭഗവാനെ ഭജിക്കുന്നത്, പിന്നെ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ, ചെറുപയർ, പച്ചക്കറികൾ, പഠനോപകരണങ്ങൾ, ഇവ ബുധനുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ബുധനാഴ്ചകളിൽ പാവപ്പെട്ടവർക്ക് നിങ്ങൾ ദാനം ചെയ്യുക. അതായത് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ ദാനം ചെയ്യുക, മറ്റുള്ളത് പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗ്രന്ഥശാലകൾ ഇവയെ നിങ്ങൾ പുനരുദ്ധരിക്കുകയോ സഹായിക്കുകയോ ചെയ്യുന്നത് പുണ്യദായകമാണ്. ഇനി മരതകം, എമറാൾഡ് ധരിക്കുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, വിദ്യാഭ്യാസ കാര്യത്തിൽ, അതായത് വിദ്യാഭ്യാസം ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ആശയവിനിമയം ചെയ്യുമ്പോൾ ക്ഷമയോട് കൂടിയിട്ട് ചിന്തിച്ച് മാത്രം സംസാരിക്കാം. മാനസിക സമ്മർദ്ദം ഒഴിവാക്കുന്നതിന് വേണ്ടി ധ്യാനം പരിശീലിക്കാം. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുക. മൃഗങ്ങളോട്, പ്രത്യേകിച്ച് വളർത്തു മൃഗങ്ങളോടും പക്ഷികളോട്, ജീവജാലങ്ങളോട്, ഇതിനോടൊക്കെ തന്നെ ദയ പുലർത്തുക എന്നുള്ളതാണ്. ഇതൊക്കെ ആ ഒരു ബുധൻ്റെ ദോഷത്തെ അകറ്റി നിങ്ങൾക്ക് നന്മയെ പ്രദാനം ചെയ്യും. ഇനി ഒരു കാര്യം കൂടി ഇതിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതായത് ദശാസന്ധി. എന്താണ് ദശാസന്ധി? ഒരു ദശ മാറി മറ്റൊരു ദശ ആരംഭിക്കുന്ന സമയമാണ് ദശാസന്ധി. ഇത് ഏകദേശം 6 മാസം മുതൽ 1 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലയളവായിട്ട് ജ്യോതിഷം പറയുകയാണ്. ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലപ്പോൾ വെല്ലുവിളി നിറഞ്ഞതായിട്ടും മാറാം. കാരണം 2 ദശകളുടെയും ഫലങ്ങൾ ഇടകലർന്ന് അനുഭവപ്പെടാൻ സാധ്യതയുള്ളത് ഈ സമയത്ത് പ്രത്യേകം ദോഷങ്ങൾ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ ദശാസന്ധി കാലയളവിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ജാഗ്രതയോടും പെരുമാറിയാൽ ദോഷഫലങ്ങൾ കുറയ്ക്കുകയും പുതിയ ദശയിലേക്ക് സുഗമമായി നമുക്ക് പ്രവേശിക്കുവാനും സാധിക്കും. ഒന്നാമതായിട്ട് ആരോഗ്യകാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അതായത് ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കുക, ആവശ്യത്തിന് വിശ്രമിക്കുക, വ്യായാമം ചെയ്യുക. ചെറിയ അസുഖങ്ങൾ പോലും അവഗണിക്കാതെ വൈദ്യസഹായം തേടുക. മാനസിക ആരോഗ്യത്തിന് വേണ്ടിയിട്ട് യോഗ, ധ്യാനം ഇത് ശീലിക്കുക. പിന്നെ പുതിയ നിക്ഷേപങ്ങളിൽ, വലിയ സാമ്പത്തിക ഇടപാടുകൾ ഇവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. അനാവശ്യ ചെലവ് നിയന്ത്രിക്കുക. കടം കൊടുക്കുന്നതും വാങ്ങുന്നതും നിങ്ങൾ ഒഴിവാക്കുക. വിവാഹം, പുതിയ ബിസിനസ്, വീട് നിർമ്മാണം, വലിയ യാത്ര ഇതൊക്കെ തന്നെ ഈ ഒരു സമയം നിങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഈ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളിൽ വ്യക്തത കുറവ് വരാനും പിന്നീട് പശ്ചാത്തപിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ക്ഷമയോടും സ്നേഹത്തോടും കൂടി നിങ്ങൾ പെരുമാറാനായിട്ട് ശ്രമിക്കുക. അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക. ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ കൂടുതൽ സമയം കണ്ടെത്തുക എന്നൊക്കെ ഉള്ളതാണ്. ഇനി 5-മതായിട്ട് ആത്മീയ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ്. ദൈവാരാധന, പ്രാർത്ഥന ഇതിന് കൂടുതൽ സമയം നിങ്ങൾ നീക്കിവയ്ക്കുക. നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്ന വഴിപാടുകൾ ചെയ്യുക. മുൻ ദശയുടെയും വരാനിരിക്കുന്ന ദശയുടെയും അധിപന്മാരായ ഗ്രഹങ്ങൾക്ക് പ്രാധാന്യം നൽകി പ്രാർത്ഥിക്കുക. ക്ഷേത്രങ്ങൾ സന്ദർശനം ചെയ്യുക. ചിലപ്പോൾ ഈ സമയം അസ്വസ്ഥതകളും അനിശ്ചിതത്വങ്ങളും അനുഭവത്തിൽ വരാം. ക്ഷമയോടുകൂടി അതിനെ സമീപിക്കുക. പോസിറ്റീവായ മനോഭാവം നിലനിർത്തുക. പ്രതിസന്ധികളെ അവസരമായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ദശാസന്ധി എന്ന് പറയുന്നത് ഒരു പുതിയ അധ്യായത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ സമയമാണ്. ഈ കാലയളവിൽ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടിയിട്ട് നിങ്ങൾ പെരുമാറുക. അത് ഭാവി ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും മാറ്റങ്ങളും സമ്മാനിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. നന്ദി.